السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا وحبيبنا وشفيعنا مصطفى محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. صدق الله مولانا العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بلغ الغلا بكمالي كشف الدجى بجمالي حسنت جميع خصالي صلوا عليه وآله. يا صاحب الوقت جبهتي تحت نعالكم أعظوا بحكمي بنيابتي عنكم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സ്റ്റേജിലിരിക്കുന്ന അഭിമന്യരായ മുദരിസ് ഉസ്താദ് അവറുകൾ, ഖതീബ് ഉസ്താദ് അവറുകൾ, ഹാഫിള് ഉസ്താദ് അവറുകൾ, മറ്റ് അഭിമന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന സ്നേഹമുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, കൊച്ചുമക്കളെ, വിശിഷ്യ ഹിഫ്ള് പൂർത്തിയാക്കിയ ഹാഫിളീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ ഈ സംഗമം അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സാധുക്കളായ നമ്മുടെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ, ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും കരുണക്കടലായ റബ്ബ് തആല വിട്ടുപുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി മാറ്റുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു കത്തിച്ചൊലിക്കുന്ന നരകത്തിൻ്റെ തീക്കുണ്ടാരത്തിൻ്റെ വിറകുകൊള്ളികളാക്കാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ കൺവീനറും കൂടെയായ ഷാഫി എന്ന സുഹൃത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ട് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാമത്തെ തവണയാണ് നമ്മൾ തമ്മിൽ കാണുന്നത്, സംസാരിക്കുന്നത്. എല്ലാം അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മുതൽക്കൂട്ടാക്കി മാറ്റിത്തരുമാറാകട്ടെ.
ഇന്ന് വന്ദ്യരായ ഖതീബ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകതകൾ ചെറിയ ചില സൂചനകൾ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. സുദീർഘമായ പഠനാർഹമായ പ്രഭാഷണങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും സമയമായിട്ട് കേട്ടു. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഒരുപാട് നീട്ടി സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ രാത്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തവയിട്ട് ആരും ഉണ്ടാകില്ല. പല ആവശ്യങ്ങൾ അറിഞ്ഞും അറിയാതെയും പടച്ച റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിട്ട് ദുആ ഇരിക്കുന്നവരാണ് നാമൊക്കെ. പലരും പല കാര്യം ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ അൽഹംദുലില്ലാ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഞാൻ ഒരുപാട് നാളുകളായി എൻ്റെ റബ്ബിനോട് എൻ്റെ ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആയിരിക്കുന്നു, എൻ്റെ രോഗം മാറാൻ, എൻ്റെ കടങ്ങൾ വീടാൻ, എൻ്റെ മക്കളെ വിവാഹം നടക്കാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. പക്ഷേ എൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടില്ലല്ലോ എന്ന് പരാതിപ്പെടുന്ന പരിഭവപ്പെടുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. 15 വർഷമായി 20 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ലല്ലോ എന്ന് സങ്കടം പറയുന്നവരുണ്ട്. അപ്പോ ഇവരൊക്കെ ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ഹബീബായ ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ ദുആ അത് ചില പ്രത്യേക സമയങ്ങളിലുള്ള ആ ദുആയായി, നിങ്ങളുടെ ദുആ പ്രത്യേക സമയങ്ങളിലായി മാറിയാൽ തീർച്ചയായും അതിനുത്തരം കിട്ടും. ഗ്യാരണ്ടി പറയുന്നത് വിനീതനായ സൈദുദ്ദീൻ തങ്ങൾ അല്ല, ഹബീബായ ലോകത്തിന്റെ പ്രവാചക പ്രഭു മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് പറയുന്നത്. താലിമീങ്ങളുണ്ട് ഇവിടെ. ആ പ്രയോഗത്തിന്റെ അർത്ഥത്തിന്റെ ഗൗരവം, അതിന്റെ കടുപ്പം അറിയാം. തീർച്ചയായും പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഫീ ഖംസി ലയാൽ, 5 രാത്രികൾ 5 രാവുകൾ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്താണ്. അതിൽപ്പെട്ട ഒരു രാത്രി ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. അതുകൊണ്ടാണ് ഈ ജമാഅത്തിന്റെ കൺവീനർമാർ, പിന്നെ കമ്മിറ്റിയും പ്രോഗ്രാം കമ്മിറ്റിക്കാരും ഒക്കെ വെള്ളിയാഴ്ച രാവ് സമാപനമാക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു മെസ്സേജ് അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. ഇത് സംബന്ധിച്ച് അവർ ബോധവാന്മാരായതുകൊണ്ടാണ്, ആലിമീങ്ങളുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ബിദ്അത്ത് മഖ്സൂദ്, പ്രധാനമായ ഉദ്ദേശം സാധുക്കളായ നമ്മുടെ നീറുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിച്ചു കൊണ്ടിട്ട് റഹ്മുർ-റഹീമായ അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. ആ ദുആക്ക് നമുക്കൊരു തവസ്സുൽ വേണം. ആ തവസ്സുലാണ് ഈ മജ്ലിസ്. ഈ മജ്ലിസിനെ തവസ്സുലാക്കി ഇന്നത്തെ ഈ മജ്ലിസിൽ നടക്കുന്ന സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ, അമാലു സ്വാലിഹ, സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ഇരിക്കണം. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചുമക്കൾ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത്. അതൊരു വലിയ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു കറാമത്തും കൂടെയാണത്. അവരുടെ കൂടെ ഇരിക്കാൻ കഴിയുന്നതും ദുആ ഇരക്കാൻ കഴിയുന്നതും ഒക്കെ വലിയ ഭാഗ്യമാണ്.
ഹാഫിളീങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, അവർക്ക് വസ്ത്രം കൊടുക്കുന്നവർ, അവർക്ക് പല നിലയിലും സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്ന ആളുകൾ, അവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. അറിയുമോ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഹിഫ്ള് പൂർത്തിയാക്കിയാൽ 6600 ചില്ലുവാണം ആയത്തുകളുള്ള പരിശുദ്ധ ഖുർആൻ, 3 ലക്ഷത്തി ചില്ലുവാണത്തോളം ഹുറൂഫുകളുള്ള വിശുദ്ധ ഖുർആൻ ഒരു മുഅ്മിനായ മനുഷ്യൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുക്കുകയാണ്, വലിയ അധികാരം കൊടുക്കുകയാണ്. എത്രത്തോളം എന്നറിയാമോ? നാളെ ആഖിറത്തിലെത്തുന്ന സമയത്ത് മഹ്ശറയിൽ 40ഓളം ആളുകളെ റെക്കമെൻഡ് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഹാഫിദിന് അല്ലാഹു തആല അധികാരം നൽകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പം നമുക്കൊക്കെ വലിയ വാശിയായിരിക്കണം. എനിക്ക് ആ ഷഫാഅത്തിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്താൻ, എന്നെയും കൂടി അതിൽ പെടണം, ഞാനതിൽ പെടണം. അതുകൊണ്ട് ഓരോ ഹാഫിദീങ്ങൾക്കും വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് വാശിയുണ്ടാവണം, മത്സരമുണ്ടാകണം, എല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതിന് എല്ലാ നിലയിലും അനുയോജ്യമായ മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് എന്താണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്ന വിഷയം സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്ന വിഷയമൊക്കെ ഇവിടെ 1 മണിക്കൂറോ ഒരു ദിവസം ഒരാഴ്ചയൊന്നും പ്രസംഗിച്ചാലൊന്നും ഇവിടെ എത്തൂല. ബറക്കത്തിന് വേണ്ടി നമുക്ക് അല്പകാര്യം സംസാരിച്ചിട്ട് പോകാം. ഹബീബായ പ്രവാചകർ മുത്തോടുള്ള ഹുബ്ബ്, മഹബത്ത്, അത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹുബ്ബുർ റസൂലി വമദ്ഹുഹു ഖൈറുൽ അമൽ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് പണികളിൽ വെച്ചിട്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ചിട്ട് വളരെ ഹൈറായ അഥവാ പ്രതിഫലാർഹമായ ഒരു വിഷയമാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ്. നമ്മൾ പലരെയും മഹബത്ത് വെക്കുന്നവരാണ്. എന്നാൽ ആ മഹബത്ത് പോലെയല്ല റസൂലുള്ളാഹിനോടുള്ള മഹബത്ത്. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ മഹബത്ത് വെക്കേണ്ടത് ആരെയാണ്? അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു, ഹബീബായ പ്രവാചകർ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 1-ാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എല്ലാ വിഷയത്തിലും നമ്പർ 1 പരിഗണന അല്ലാഹുവിന്റെ റസൂലിന് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ മഹബത്ത് പൂർണ്ണമാവുക. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത്. എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അത് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. എന്താണ് ഇയാൾ ഇങ്ങനെ തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് നടക്കുന്നത്? അത് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാ. എന്താണ് സഹോദരി, നീ തലയിലും മുഖമഖനം ധരിച്ചോണ്ട്, പർദ്ദ ധരിച്ചിട്ട്, നിഖാബ് ധരിച്ചോണ്ട് നടക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള ധാരാളം സ്ത്രീകളുണ്ടല്ലോ, അവര് പർദ്ദയിടുന്നില്ല, മുഖം മറക്കാറില്ല, തല മറക്കാതെ ഫാഷനായിട്ട് നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ മറുപടി, എന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. എന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത് ഇതാണ്. ആ ഹുബ്ബ് നമ്മുടെ കൽബിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത ചിട്ടകൾ മാറണം, ജീവിതചര്യകൾ മാറണം. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വഅദ് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, അത് ജീവിതത്തിൽ നമുക്ക് മുത്തുനബിയോട് എല്ലാ വിഷയത്തിലും നമുക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോ
ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ കൽബിലുണ്ടാകണം. അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് വർഷത്തിൽ ഒരു തവണ ഒരു മങ്കൂസ് പോലും തോതി കുറെ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്തതുകൊണ്ട് മാത്രമായിട്ട് മഹബത്ത് പൂർത്തിയാകുന്നില്ല. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും സ്വഹാബാക്കൾ ശ്രദ്ധിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്ത് കുറെ ചെടികളുണ്ട്. അപൂർവമായിട്ടേ അവിടെ ചെടികൾ ഉണ്ടാകുള്ളൂ. പക്ഷേ അവിടെയുള്ള ചെടികളിൽ കൂട്ടത്തിൽ നിന്ന് ഒരു ചെടി എപ്പോഴും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വെള്ളം നനച്ചു കൊടുക്കുന്നു. എപ്പം നോക്കിയാലും അതിന് ഒന്നിന് വെള്ളം നനച്ചു കൊടുക്കുകയും വേറെ ഒന്നിനും നനച്ചിട്ടില്ലെങ്കിലും ഒരു ചെടിക്ക് മാത്രം പ്രത്യേകം വെള്ളം നനക്കുന്നു. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇരിക്കുന്നു. അത് വലുതായി വളർന്നിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ചെടിയെ മാത്രം പരിഗണിക്കുന്നത് കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാ, നിങ്ങൾക്കെന്താണ് ഒരു ചെടിയോട് മാത്രം ഇത്ര വലിയ ഒരു പ്രത്യേക പരിഗണന? ആ സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ദിവസം മഹാനായ അഷ്റഫുൽ വറാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ വന്യപിതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ അകത്താണ്. വാതിൽ തുറന്ന് പുറത്ത് വരാൻ ഒരല്പസമയം താമസിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാണുന്ന ചെടിയുടെ ചുവട്ടിൽ പോയിട്ട് ഇരിക്കുകയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ചെടിയുടെ ചുവട്ടിലാണോ ഇരുന്നത് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അന്ന് മുതൽ ഞാൻ ആ ചെടിയെ പരിഗണിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്നയാണ്. എങ്ങനെയാണോ നബി തങ്ങളെ അനുധാവനം ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്റെ ജീവിതത്തിൽ പകർത്തിയ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്ത് വരെ എല്ലാ ദിവസങ്ങളിലും ഒരു സമയമെങ്കിലും ആ ചെടിയുടെ ചുവട്ടിൽ പോയിട്ട് ഇരിക്കാത്ത ദിവസമില്ലത്രേ. അതിങ്ങനെ വലുതാക്കിയിട്ട് മഹാനവറുകളുടെ അവസാനം വരെ ആ പണി തുടർന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു മഹബത്താണ്, എന്തൊരു മഹബത്താണ്. നമ്മൾ ജീവിതത്തില്, ഞാൻ പറഞ്ഞു വന്നത് വെറും മൗലിദോദണ്ടെന്നല്ല പറയണത്, ഇതിന്റെ ഒരു മാറ്റം നമ്മൾ വരുത്തിയിരിക്കണം. ജീവിത ചിട്ടകൾ മാറണം. ഉണ്ടോ? റസൂലുള്ളാഹിനോടുള്ള മഹബത്തിന്റെ പേരിലുള്ള മാറ്റമായിരിക്കണം ആ മാറ്റം. റസൂലുള്ളാഹിന്റെ ചര്യയിലുള്ള മാറ്റമായിരിക്കണം ആ മാറ്റം. സ്വഹാബാക്കളുടെ കൂട്ടത്തില് ഒരുപാട് സ്വഹാബാക്കൾ, ഒരിക്കൽ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞൊരു മഹാനവറുകൾ എപ്പോഴും പള്ളിയിൽ ജമാഅത്തിന് പതിവായിട്ട് പങ്കെടുക്കുന്ന ഒരാളാ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. സ്ഥിരമായിട്ട് പള്ളിയിലുണ്ടാകും, ജമാഅത്തിനുണ്ടാകും, സ്വഹാബാക്കളുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലുണ്ടാകും. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മറ്റുള്ളവർ കണ്ടത് എന്താ? മുടി വല്ലാതെ ഇങ്ങനെ നീട്ടി വളർത്തും. തലമുടി ഇങ്ങനെ നീണ്ടിങ്ങനെ പോവുകയാണ്. അത് ഒരു വെട്ടി ഒതുക്കിയിട്ടെന്നുള്ള പരിപാടിയൊന്നും കാണുന്നില്ല. അത് കണ്ടപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല അബൂ മഹ്ദൂറ, അല്ല തഹ്ലുഖി ഹാദാ, നിങ്ങൾക്ക് ഈ മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒരു നല്ല അടക്കി ഒതുക്കിയിട്ടൊക്കെ വെച്ചൂടെ എന്ന് സ്വഹാബാക്കൾ അങ്ങോട്ട് ചോദിച്ചപ്പോ മഹാനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറയല്ല, ഇല്ലല്ല, ആ കാര്യം മാത്രം പറയണ്ട, ഞാൻ എന്റെ മുടി വെട്ടൂല. എന്തേ നിങ്ങൾ മുടി വെട്ടാത്തത്? അപ്പോഴാണ് മഹാനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മസ്അലാ റഅസി ബികഫി യദി റസൂലില്ലാഹ്. വളരെ നാളുകൾക്ക് മുമ്പേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ, എൻ്റെ തലയ്ക്ക് മേലെ കൈവച്ചിട്ട് ദുആ ചെയ്തിരുന്നു, മന്ത്രിച്ചു കൊടുത്തിരുന്നു.
അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ തൊട്ടിരിക്കുന്ന സ്പർശിച്ചിരിക്കുന്ന മുടിയാണ്. ആ മുടി വെട്ടിക്കളയുന്ന പ്രശ്നമില്ല. റസൂലുള്ളാഹിന്റെ കൈ തൊട്ടു എന്നതാണ് കാരണം. അത് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ്, ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ്. ഈ ഹുബ്ബ് നമ്മുടെ കൽബിലുണ്ടാകണേ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തോ എങ്കിൽ ഞാൻ ചെയ്യും, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞോ എങ്കിൽ ഞാൻ ചെയ്യില്ല. ഇതായിരിക്കണം നമ്മുടെ മഹബത്ത്. അല്ലാതെ എനിക്ക് റസൂലുള്ളാഹിനോട് വലിയ മഹബത്താണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ സുന്നി എന്ന ലേബിളിൽ മാത്രം ജീവിച്ചത് കൊണ്ട് കാര്യമായില്ല. എന്തിനാണ് നമ്മൾ വെള്ള വസ്ത്രം ധരിക്കുന്നത്? എന്തിനാ നമ്മൾ തലപ്പാവ് ധരിക്കുന്നത്? എന്തിനാ നമ്മൾ നല്ല അടക്കമുള്ള വസ്ത്രം ധരിക്കുന്നത്? എന്തിനാ നമ്മൾ വൃത്തിയാക്കുന്നത്? നമ്മൾ ദുആ ചെയ്യാറില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ വൃത്തിയാക്കുന്ന കാര്യം പോലും അത് മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ടാണ്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. ഇത് എന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദുആയാണ്. 5 നേരം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുളൂ ചെയ്യുമ്പോ ആ വുളൂ ചെയ്തതിന്റെ തൊട്ടുപിറകെയായിക്കൊണ്ട് നിന്റെ 2 കൈകളും 2 കണ്ണുകളും ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിട്ട് പതിവായി നീ ജന്നാ, സ്വർഗത്തിന് 8 കവാടങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവന് സ്വർഗത്തിലേക്ക് നിർബാധം കടന്നു പോകാം. നബി മുഹമ്മദ് മുസ്തഫ ഷഹാദത്ത് കലിമകൾക്ക് ശേഷം ഈ ദുആ ചൊല്ലിയാൽ എന്താണ് ഈ ദുആയിൽ പറയുന്നത്? പടച്ച റബ്ബേ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, നീ എന്നെ തൗബ ചെയ്യുന്നവരെ കൂട്ടത്തിൽ പെടുത്തണേ. അല്ലാഹ്, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം. ഇത് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തേ ഈ തൗബ എന്ന് പറയുന്നത്? അത് വർഷത്തിൽ ഒരു തവണ റമദാൻ 27 രാവിലെ ചെയ്യേണ്ടെന്ന് മാത്രം കാര്യമല്ല സഹോദരികളെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെ സഹോദരി, നിന്റെ മരണം എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ആ മരണം വരുന്നതിന്റെ മുമ്പ് നിന്റെ ഈ ശരീരത്തിന് നീ വിചാരണ ചെയ്യണം. സ്വന്തം ശരീരത്തിന് വിചാരണ ചെയ്യുക. രാവിലെ നേരം രാത്രിയാകുമ്പോൾ, വൈകുന്നേരമായി രാത്രിയായി നീ കിടപ്പറയിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്ത് നിന്റെ സ്വന്തം ശരീരത്തിനോട് നീ ചോദിക്കേ. എന്താ ചോദിക്കേണ്ടത്? നീ ഇന്ന് എന്ത് നന്മകൾ ചെയ്തു? ശരീരമേ, നീ ഇന്ന് എന്തൊക്കെ നന്മകൾ ചെയ്തു? നീ എന്തൊക്കെ തിന്മകൾ ചെയ്തു? ഈ കണ്ണിനോട് നീ ചോദിക്ക്, എത്ര നന്മ കണ്ടു, എത്ര ഹറാമുകൾ കണ്ടു? കണ്ണിനോട് ചോദിക്കണം. ഈ നാക്കിനോട് നീ ചോദിക്ക്, ഈ നാവേ, നീ എത്ര നല്ല വാക്കുകൾ ഇന്ന് പറഞ്ഞു, എത്ര നല്ലതല്ലാത്തത് പറഞ്ഞു, എത്ര ആളുകളുടെ ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ഫിത്ന പറഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ ചോദ്യം ചെയ്യ് ശരീരത്തിനെ. അങ്ങനെ ഓരോരോ അവയവങ്ങളെയും നീ വിചാരണ ചെയ്യണേ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ നമുക്ക് ബോധ്യം വരും, എന്താ ഞാനിന്ന് എത്രയൊക്കെ നല്ലത് ചെയ്തു എന്ന്, എത്ര തിന്മകൾ ചെയ്തു എന്ന്. ഈ കണ്ണുകൊണ്ട് നീ എത്ര ഹറാമുകൾ കണ്ടുപോയി, ഈ കാതുകൊണ്ട് നീ എത്ര ഹറാമുകൾ കേട്ടുപോയി, ഈ നാവുകൊണ്ട് നീ എത്ര ഹറാമുകൾ പറഞ്ഞുപോയി, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നീ എത്ര തിന്മകൾ ചെയ്തു പോയി. ഈ സകലമായ തെറ്റുകുറ്റങ്ങളും കുന്നങ്ങളെയും നീ രാത്രി തിരിച്ചറിയുമ്പോ ഓൺ ദി സ്പോട്ടിൽ പടച്ചിറപ്പിനോട് തൗബ ചെയ്യേ. അല്ലാഹുവേ, അല്ലാഹുവേ, വന്നുപോയ തെറ്റുകൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. അതൊരു കാക്കത്തൗബയാകല്ല. പിന്നെയോ, ഇനി അങ്ങോട്ട് എന്റെ ഈ കണ്ണുകൊണ്ട് ഞാനൊരു തെറ്റ് കാണൂല, ഈ നാവ് കൊണ്ടത് കേൾക്കൂല, നാവ് കൊണ്ടത് പറയൂല. തൗബ ഡെയിലി വേണം.
കൊല്ലത്തിൽ ഒരു നാള് തൗബ ചെയ്യാന്ന് കരുതിയിട്ട് കാത്തു നിൽക്കില്ല. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ. ഇത് പഠിപ്പിച്ചതാരാ? ഹബീബായ ലോകത്തിന്റെ പ്രവാചക പ്രഭു മുത്തുളി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്, മഅസൂമ. എന്നിട്ട് പോലും നമ്മളെ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി തങ്ങള് ഡെയിലി 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. നമ്മളോ എന്തിന്? ഒരു തെറ്റും ചെയ്യാത്ത മുത്ത് നബി എന്തിനാണ് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് പറയണത്? നമ്മളെ പഠിപ്പിക്കാനാണ്, നമുക്ക് ബോധമുണ്ടാകാനാണ്. തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് എന്നിട്ടെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാകാനാ. അപ്പം നീ എന്നെ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. കണ്ണുകൊണ്ട് ഒരുപാട് നന്മകൾ കാണ്, കാതുകൊണ്ട് ഒരുപാട് നന്മകൾ കേൾക്ക്, നാവുകൊണ്ട് ഒരുപാട് നന്മകൾ പറയൂ. അങ്ങനെ വരുമ്പോഴേ അതിന്റെ തിന്മകൾ മാഞ്ഞു പോകുള്ളൂ. കണ്ണുകൊണ്ട് കുറെ തെറ്റ് കണ്ടില്ലേ അല്ലേ? കണ്ണിന് കണ്ണ്, കാതിന് കാത്, പല്ലിന് പല്ലെന്ന് പറയണല്ലേ? പ്രതികാര നടപടി ഉണ്ടാകും. ഈ പ്രതികാര നടപടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ കണ്ണുകൊണ്ട് ഒരുപാട് നന്മകൾ കണ്ടാലേ അതിന്റെ തിന്മകളുടെ ദോഷം പുറത്തു വിട്ടുള്ളൂ. 1000 തിന്മകൾ ഈ കണ്ണുകൊണ്ട് കണ്ടാൽ അതിലേറെ നന്മകൾ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയണം നിനക്ക്. എങ്കിലേ ഈ കണ്ണിന്റെ തിന്മകൾ പൊറുക്കപ്പെടുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിന്റെ ഈ കണ്ണുണ്ടല്ലോ, ആ കണ്ണുകൊണ്ട് വെറുതെ നോക്കി നിന്നാൽ ഒന്നും നീ പറയണ്ട, ഒന്നും നീ ചെയ്യണ്ട. പിന്നെ വെറുതെ നോക്കി നിന്നാൽ കണ്ണിന് പ്രതിഫലം കിട്ടുന്ന, പാപങ്ങൾ പൊറുക്കപ്പെട്ടു പോകുന്ന 3 വിഷയങ്ങളുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ. ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് നമ്മൾ ആവേശത്തിൽ ചൊല്ലിയിരിക്കണം. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. 3 സ്ഥലത്തേക്ക് വെറുതെ നോക്കി നിന്നാൽ തന്നെ കണ്ണിന് പ്രതിഫലമാ. കണ്ണിന് പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുകൊണ്ട് കണ്ടുപോയ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ്, നന്മകൾ വാരിക്കൂട്ടാനും കഴിയുന്നതാണ്. ആ 3 കാര്യങ്ങളിൽ പെട്ടത് ഒന്നെന്താണെന്നറിയോ? ഇലാ വജ്ഹി ഉമ്മിക. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, നിന്നെ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും ആ ഉമ്മായുടെ ആ കൊച്ചു ഗർഭാശയത്തിൽ ചുമന്നിട്ട് ഒരുപാട് വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ട് നിനക്ക് ജന്മം തന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മായുടെ മുഖത്തേക്കൊന്ന് നീ നിന്റെ മുഖ കണ്ടുകൊണ്ട് നോക്കി നിൽക്കുമോ? ആ നോട്ടം സന്തോഷത്തിന്റെ നോട്ടമാകണം, ലാളിത്യത്തിന്റെ നോട്ടമാകണം, ആദരവിന്റെ നോട്ടമാകണം, സ്നേഹത്തിന്റെ നോട്ടമാകണം. ആ ഒരു നോട്ടം നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ കണ്ണിന് പ്രതിഫലമാ നബി മുഹമ്മദ് മുസ്തഫ. എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ണുകൊണ്ട് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കണ്ണിന്റെ ദോഷം പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരുമെന്നാണ്. രണ്ടാമത്തത് എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം മുത്തുനബി പഠിപ്പിച്ചത് വിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ഉംറയ്ക്ക് പോയ ആളുകളുണ്ടല്ലോ, ഇവിടെ ഹജ്ജിന് പോയ ധാരാളം ഹജിമാരുണ്ടല്ലോ. അറിയുമോ, ആദ്യമായിട്ട് വിശുദ്ധമായ ഹറമിലേക്ക് കടന്നു പോകുന്ന ഒരാൾ ഏറ്റവും ആദ്യമായിട്ട് പരിശുദ്ധമായ ആ കഅബാലയം കാണുന്ന രംഗമുണ്ടല്ലോ. ഒരുപാട് നാളുകളായി നമ്മൾ നമസ്കരിക്കുകയാണ് അല്ലേ? ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നത് എത്ര നാളായി? ഈ ആ പരിശുദ്ധമായ ഖിബിലയാകുന്ന കഅബ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പോവുകയാ.
ആ കാണുന്ന the first time is the best time എന്നത് പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാഴ്ചയുണ്ടല്ലോ, പ്രഥമമായ ദർശനമുണ്ടല്ലോ, ആ സമയത്ത് നീ എന്തെങ്കിലും ഒരു കാര്യം പടച്ചറപ്പിനോട് ദുആ ചെയ്താൽ ഓൺ ദി സ്പോട്ടിൽ അവൻ അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ. അത്രക്ക് മഹത്വമുള്ളതാണ് കഅബാലയമെങ്കിൽ ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ആ കഅബാലയത്തിനെ നീ ഒന്ന് നോക്കി നിൽക്കുമോ, ആ നോട്ടത്തിന് നിനക്ക് പ്രതിഫലമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായി മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? വിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധമായ ഖുർആൻ. ആരുടെ വീട്ടിലാണോ ഖുർആൻ ഇല്ലാത്തത്? നമ്മളെ വീട് ഹൗസ് വാമിംഗ് നടക്കുന്ന ആ ദിവസത്തിലെ വീട്ടിലെ കുടിയിൽ നടക്കുമ്പോൾ അന്ന് ഫസ്റ്റ് തന്നെ വീട്ടിന്റെ അകത്തേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടുപോയത് അത് പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഖുർആനും കൈ പിടിച്ചിട്ടാ വീട്ടിലേക്ക് കയറിയത്. അതും ഖുറാഫിയത്താണെന്നൊന്നും ആരൊന്നും പറയണ്ട. അൽ ഖുർആൻ റാഅത്തുൽ ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പതാകയാണ് ഖുർആൻ. ഒരു പ്രകടനം നടക്കുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ ഉണ്ടാകും, കോൺഗ്രസ്സുകാരുണ്ടാകും, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും, SSFകാരുണ്ടാകും, SKSSFകാരുണ്ടാകും. നിങ്ങളുടേതായ പാർട്ടിയുടെ പ്രകടനം നടത്തുമ്പോ അതിന്റെ മുമ്പിൽ ഒരു പതാകയുണ്ടാകും. അത് നിങ്ങളുടെ പാർട്ടിന്റെ പതാകയാ. ഈ പതാക ഇവിടെ ആയിട്ട് തുടങ്ങിയതൊന്നുമല്ല, അത് ബദറിലും പതാക ഉണ്ടായിരുന്നു. അപ്പോ ഈ പതാക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടയാളമാണ്, ഒരു ഷിആറാ. എന്നാൽ മുസ്ലിമിന്റെ പതാക ഏതാ, ഇസ്ലാമിന്റെ പതാക ഏതാ? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് റായത്തുൽ ഇസ്ലാം അൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആന. മുസ്ലിമീങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വീട്, ആ വീട്ടിലേക്ക് കയറുമ്പോ പരിശുദ്ധ ഖുർആൻ നിന്റെ കയ്യിൽ ഉണ്ടാകട്ടെ. വുളൂഓടുകൂടി ഖുർആൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വീട്ടിനകത്ത് കടന്നിട്ട് അതൊരു ഉയരമുള്ള സ്ഥലത്ത് വെക്കണമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുക. അന്ന് കൊണ്ടുവച്ചത് തന്നെ ഓർമ്മ ഉണ്ടാവൂല പല ആളുകൾക്കും. ആ ഖുർആൻ എടുത്തിട്ട് നീ ഓതുമോ? ഓതാൻ അറിയില്ല തങ്ങളെ, ഓതാൻ അറിയില്ല. ഓതാൻ നിനക്ക് അറിയില്ല എങ്കിൽ പോലും ആ ഖുർആൻ എടുത്ത് തുറന്നു വെച്ചിട്ട് അതിലേക്ക് നിന്റെ രണ്ട് നഗ്നമായ കണ്ണുകളെ കൊണ്ട് നോക്കി നിന്നാൽ ആ നോട്ടത്തിനും നിനക്ക് പ്രതിഫലമാ. നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് എന്താണ്? ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്തിന്റെ കാര്യമാണ് പറയണത്. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്തിനാണ്? റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ട്. ഇതൊക്കെ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാ, പരിചയപ്പെടുത്തി തന്നതാണ്. റസൂലുള്ളാഹിനോടുള്ള മഹബത്തിന്റെ കാരണത്താൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനം അങ്ങോട്ടാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിനെല്ലാം അടിസ്ഥാനം അങ്ങോട്ടാണ്. ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഖൽബിലേക്ക് വരുമോ? മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുത്ത് വന്നിട്ട് നിൽക്കുകയാണ് പാതിരാ സമയത്ത്. എല്ലാവരും പോയി, സ്വഹാബാക്കളൊക്കെ എല്ലാ ദിവസവും എല്ലാ നേരവും ഉണ്ടാവും, രാത്രി വരെ ഉണ്ടാകും. രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഓരോ ആളുകളും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. ഒരു ദിവസം റബീഅ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ മുത്തുനബി കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് റബീഅ റളിയല്ലാഹു അൻഹു ഒരു തോൽപാത്രത്തിലുള്ള വെള്ളവും പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ സമീപത്ത് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഗാഢമായ ഉറക്കിലാണ്. ഉറക്കം കഴിഞ്ഞിട്ട് പാതിരാ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ഇതാ മുമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്, പാത്രത്തിൽ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തേ റബീഅ, നിങ്ങൾ ഉറങ്ങിയില്ലേ? എന്തേ നിങ്ങൾ പോയില്ലേ? കിടന്നുറങ്ങണ്ടേ? ഇവിടെ നിൽക്കുന്നത് എന്താ? അപ്പോഴാണ് മഹാൻ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഒറ്റയ്ക്ക് എനിക്ക് തങ്ങളോട് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു.
അതുകൊണ്ട് ഒരു ഒഴിവ് സമയം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കണം. ആരുമില്ലാതെ, മറ്റൊരാൾ ഡിസ്റ്റർബ് ചെയ്യാതെ, തങ്ങളോട് സ്വന്തമായിട്ട് എനിക്കൊരു പേഴ്സണലായിട്ട് കാര്യം പറയാൻ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. മറ്റൊരാളുടെ ഇടപെടലില്ലാതെ തങ്ങൾക്കൊരു ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്തേ റബിയ പറയൂ. അല്ലാഹുവിന്റെ റസൂലിന് വെള്ളം കൊടുക്കുകയാണ്. ഈ വെള്ളം അത് വുളൂ ചെയ്യാനുള്ള വെള്ളം. ഹബീബിന് വെള്ളം കൊടുത്തിട്ട് വെള്ളം കൊണ്ട് വുളൂ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് വല്ലാത്ത കുളിർമയായി പോയി. ഈ സ്വഹാബിയുടെ മനസ്സിൽ എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഹുബ്ബാണ്. അതെ, ഈ മഹബത്തിന്റെ കാരണത്തിന് പകരമായി നിങ്ങൾക്ക് എന്ത് ഞാൻ തരണം? അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ചോദിക്കുകയാണ്, യാ റബിയ, എന്താ നിങ്ങൾക്ക് ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ തരേണ്ടത് എന്നുള്ള ആ ചോദ്യത്തിന്റെ മറുപടി റബിയ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, നാളെ ആഖിറത്തിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, ദുനിയാവിന്റെ കാര്യമല്ല, എന്റെ മറ്റുള്ള ഭൗതികമായ വിഷയങ്ങളല്ല. നാളെ ആഖിറത്തിലെത്തുമ്പോ തങ്ങൾ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ട് സ്വർഗത്തിലേക്ക് തങ്ങൾ കടന്നു പോകുമ്പോ ഈ സാധുവായ റബീയനെ മറന്നു പോകല്ല നബിയേ. തങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിപ്പിടത്തിന്റെ തൊട്ടടുത്ത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്നത്തി യാ റസൂലല്ലാഹ്. ഓ ഹബീബേ, തങ്ങളുടെ ഇരിപ്പിടത്തിന്റെ തൊട്ടടുത്ത് എനിക്ക് ഒരു സീറ്റ് തന്ന് എന്നെ സഹായിക്കണേ നബിയേ. മഹ്ശറിലെ കാര്യാ പറയണത്. സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പിടം കൊടുക്കണം. ദുനിയാവിലെ കാര്യം തന്നെ വേറൊരാളോ അള്ളാഹിനോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കാൻ പറ്റൂല എന്നാണ് വഹാബി മതം. വഹാബികളുടെ മതം എന്താണ്? ദുനിയാവിന്റെ കാര്യം തന്നെ അള്ളാഹിനോടല്ലാതെ വേറൊരാളോട് ചോദിക്കാൻ പറ്റൂല എന്നാ. ഒരു ശൈഖിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു വലിയനോടും ചോദിക്കാൻ പറ്റൂല, ഒരു നബിയോടും ചോദിക്കാൻ പറ്റൂല എന്നാണ്. എന്നാൽ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? എന്താ പറഞ്ഞത്? അതൊന്നും ചോദിക്കണ്ട, അത് എന്നോട് ചോദിക്കാൻ പറ്റൂല എന്നാണോ? അല്ലല്ലോ. അതല്ല, ഇതല്ലാത്ത മറ്റൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? വേറെന്തെങ്കിലും വേണമെങ്കിൽ പറ. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, ഇല്ല, ഇതല്ലാത്ത മറ്റൊന്നെനിക്ക് വേണ്ട നബിയേ. സ്വർഗത്തില് തങ്ങളുടെ തൊട്ടടുത്ത് സീറ്റ് വേണം. അല്ലാഹുവിന്റെ റസൂൽ ഓക്കെ പറഞ്ഞു, സമ്മതം പറഞ്ഞു. ഞാൻ നീട്ടി പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ കഥകളൊക്കെ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, കുറച്ച് നിങ്ങൾ നല്ലോണം നിസ്കരിച്ചാൽ മതി, സ്വർഗമായി തരുന്ന കാര്യം ഞാൻ ഏറ്റു. നിസ്കരിക്കുന്നവർക്കെല്ലാം സ്വർഗം കിട്ടും. അല്ലാഹുവിന്റെ അത് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്നല്ലേ പറഞ്ഞത്? അതെ, നിസ്കരിക്കുന്നവർക്കൊക്കെ സ്വർഗം കിട്ടുമോ? നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടൂല. സ്വർഗത്ത് പോകുന്നവരൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും. മനസ്സിലായില്ല? എല്ലാ നിസ്കാരക്കാരും സ്വർഗത്ത് പോകൂല. സ്വർഗത്തിലുള്ള ആളുകളൊക്കെ നിസ്കരിക്കുന്നവരുമായിരിക്കും. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പല കോലക്കാരില്ലേ നിസ്കാരക്കാര്? പല കോലത്തിൽ നിസ്കരിക്കുന്നു. 3 നേരം നിസ്കരിക്കുന്ന ഒരു ടീമുണ്ട്. നമ്മളെ ഭാഗത്തൊക്കെ കുറച്ച് ആളുണ്ട്. പഴയങ്ങാടി ഭാഗത്തേക്കല്ല 3 നേരം നിസ്കരിക്കുന്നു. അവർക്ക് അധികം നിസ്കാരമില്ല. ചേകനൂര് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു വിഭാഗമാണ്, വഹാബികൾ എന്ന് പറഞ്ഞ വിഭാഗം. ഇവരെല്ലാം നിസ്കരിക്കുന്നവരല്ലേ? അപ്പൊ എല്ലാ നിസ്കാരക്കാർക്കും സ്വർഗമില്ല. സ്വർഗത്തിൽ കടന്ന ഒരാള് അയാൾ നിസ്കരിക്കുന്നവരായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ധാരാളം നിസ്കരിച്ചോളൂ, സ്വർഗത്തില് എന്റെ തൊട്ടടുത്ത് ഇരിപ്പിടം വാങ്ങിത്തരുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ടിട്ട് അവിടെ ആവശ്യപ്പെടുന്നു. നോക്കൂ, നിങ്ങൾ ഉറക്കൊഴിയുകയാണ് റസൂലുള്ളാഹിന്റെ മഹബത്തിന്റെ പേരില്. ഉണ്ടോ? ഒരു സഹാബി മറ്റൊരു സഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ, എന്താണ് ഈ മഹബത്ത് കൊണ്ട് എന്താണ് ഗുണം?
അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹബ്ബ് കൊണ്ടിട്ട് നമുക്കെന്ത് ഗുണമാ കിട്ടുന്നത് എന്നുള്ള ചോദ്യം ആർക്കുണ്ടെങ്കിലും മനസ്സിൽ വരുമെങ്കിൽ കേട്ടോ. ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു. എന്താ ചോദ്യം അറിയോ? മത്തസഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാ നബിയേ ലോകം അവസാനിക്കുന്നത്? ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ഒരു ദിനം വരാനിരിക്കുന്നുണ്ടല്ലോ, അതെപ്പോഴാ നബിയേ? വല്ലാത്തൊരു ചോദ്യം. ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്. അല്ല, എന്താ സഹാബി, നിങ്ങൾ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അറിഞ്ഞാൽ അതിനുവേണ്ടി നിങ്ങൾ എന്താണ്, നിങ്ങൾ ഖിയാമത്ത് നാളിനെ സ്വീകരിക്കാൻ വേണ്ടി, ലോകാവസാനത്തിനെ സ്വീകരിക്കാൻ വേണ്ടി എന്തേ നിങ്ങളുടെ കൈകളിലുള്ളത്? അപ്പോഴാണ് ഈ സ്വഹാബി പറയുന്നത്, ഇല്ല നബിയേ, ലൈസ ഇൻദി കസീറു സ്വലാത്തിൻ വലാ സിയാം, ഒരുപാട് നമസ്കാരത്തിന്റെയോ നോമ്പിന്റെയോ സൽക്കർമ്മങ്ങളുടെയോ കണക്കുകളൊന്നും എനിക്ക് അവതരിപ്പിക്കാനില്ല. അതില്ലാത്തത് കൊണ്ടല്ല, വിനയത്തിന്റെ ഭാഗമാണത്, വിനയത്തിന്റെ ഭാഷയാണത്. നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യത്തിനൊന്നും നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. നമ്മൾ എത്ര നിസ്കരിച്ചാലും അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അതിന്റെ വലിയ മഹിമയൊന്നും ആരും പറയണ്ട. അതാ പറയുന്നത്, നബിയേ, ഒരുപാട് നമസ്കാരത്തിന്റെ കഥ എനിക്ക് പറയാനില്ല, ഒരുപാട് നോമ്പിന്റെയോ ഹജ്ജിന്റെയോ ധർമ്മത്തിന്റെയോ കണക്കുകൾ പറയാനില്ല. പക്ഷേ വലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ എന്റെ ഹബീബിനെ മഹബ്ബത്ത് വെക്കുന്നു നബിയേ, ഞാൻ എന്റെ റബ്ബിനോട് മഹബ്ബത്ത് വെക്കുന്നു നബിയേ. അല്ലാഹുവിനോട് എനിക്ക് വലിയ പ്രിയമാണ്. അല്ലാഹുവിനെ മാത്രമല്ല എനിക്ക് പ്രിയം, എന്റെ ഹബീബായ നബി തങ്ങളോട് മഹബ്ബത്താണ്. റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഓ സഹാബി, അന്ത മാമൻ അഹ്ബബ്ത ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലാ സ്വഹാബി, നീ സ്വർഗ്ഗത്തിലാ. എന്ത്? ഏത് സ്വർഗത്തില്? ആരെയാണോ നീ പ്രിയം വെച്ചത്, ആരെയാണോ നീ മഹബ്ബത്ത് വെച്ചത്, അവരുടെ കൂടെ നീ സ്വർഗത്തിലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ സ്വർഗത്തിൽ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചപ്പോ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലാ. ബുഖാരിയിലെ ഹദീസാണ്, തള്ളിക്കളയാൻ പറ്റില്ല, നിഷേധിക്കാൻ ഒരു വഹാബിക്കും പറ്റില്ല. അറിയോ? അപ്പൊ മഹബ്ബത്ത് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഗതിയാ. നിസ്കരിച്ചാൽ കിട്ടാത്ത പ്രതിഫലമാ, നോമ്പെടുത്താൽ കിട്ടാത്ത പ്രതിഫലമാ, ഹജ്ജ് ചെയ്താൽ കിട്ടാത്ത ഓഫറാ മഹബ്ബത്ത് കൊണ്ട് കിട്ടുന്നത്. പക്ഷെ അത് ആര് മഹബ്ബത്ത് വെക്കണം? അത് ആ മഹബ്ബത്ത് വെക്കേണ്ടവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ചര്യ പിൻപറ്റലാണ്. എന്നെ പൂടിച്ചോവർ ഏതും പേടിക്കേണ്ട, എന്നെ പൂടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മഹാനായ ഗൗസുൽ മാലയിൽ കാണാം, മഹാനായ ഗൗസുൽ അദമിന്റെ മുഹീദ്ദീൻ ശൈഖിന്റെ റാത്തീബ, ആ റാത്തീബിന്റെ വാർഷികമാ. എന്തിനാ ഗൗസുൽ അദമിനെ മഹബ്ബത്ത് വെക്കുന്നത്? എന്തിനാ ഗൗസുൽ അദമിന്റെ വാർഷികം നടത്തുന്നത്? എന്തിനാണ് നമ്മൾ ഈ പേരിൽ ഇത് ഒരുമിച്ച് കൂടൽ നടത്തുന്നത്? അത് ഗൗസുൽ അദമിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. എന്തിനാണ് ഗൗസുൽ അദമിനെ മഹബ്ബത്ത് വെക്കുന്നത്? ഗൗസുൽ അദം മുത്തുനബിയുടെ 16ാമത്തെ പേരക്കുട്ടിയാണ്, അഹ്ലുൽ ബൈത്ത്, സയ്യിദാണ്, ഹബീബായ നബി തങ്ങളുടെ ജീവിതചര്യ അക്ഷരം പ്രതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് കഴിഞ്ഞു പോയ വ്യക്തിത്വമാണ്. റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ത്യാഗനിർഭരമായ ജീവിതം കാഴ്ചവെച്ച മഹാനാണ്
അതുകൊണ്ടുള്ള മഹബത്ത, അല്ലാതെ നാട്ടിലെ വലിയ മുതലാളിയായതിന്റെ പേരിലല്ല. ഒരു നാട്ടിലെ ഒരു രാജ്യത്തിലെ ഒരു പഞ്ചായത്തിന്റെ മെമ്പർ അല്ല, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, ഒരു മന്ത്രിയല്ല, ഒരു രാജാതിരാജനല്ല. എന്നിട്ട് പോലെ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഇന്നും എന്നും എക്കാലത്തും യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഗൗസുല്ലല്ലാഹുവിനെ വിളിക്കുന്നതെന്തിനാ? ഗൗസുല്ലല്ലാഹുവിനെ മഹബത്ത് വെക്കുന്നതെന്തിനാ? അത് മുത്തുനബിയെ അക്ഷരം പ്രതി അനുധാവനം ചെയ്ത മഹാനായതിന്റെ പേരില. അങ്ങനെ ചെയ്താൽ മഹാനായ ഗൗസുല്ലല്ലാഹു തന്നെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരുമോ, എന്നെ അനുസരിക്കുമോ, ഞാൻ പറയുന്നത് പോലെ ജീവിതം മാറ്റം വരുത്തുമോ? എങ്കിൽ എന്നെ പൊടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, എന്നെ പൊടിച്ചോവർ ഏതും പേടിക്കേണ്ട, എന്നെ പൊടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മഹാനായ ഗൗസുല്ലല്ലാഹുവിന്റെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അതും മനസ്സിലാക്കിക്കോ, ഒരു ബിരിയാണി വെക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഒരു ചോറ് വെച്ച് കൊടുക്കലും കഴിക്കലും മാത്രമല്ല. ഗൗസുല്ലല്ലാഹു പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് സ്വഹാബിക്ക്. എന്താ കണ്ടീഷൻ? നിസ്കരിക്കണം. കാര്യത്തിന്റെ കാര്യം ഉസ്താദ് പറഞ്ഞില്ലേ, നിസ്കരിക്കണം. മഹബത്തുണ്ടായ മാത്രം പോരാ, നിസ്കരിക്കണം. അപ്പൊ ഗൗസുല്ലല്ലാഹു എങ്ങനെയാ പറഞ്ഞേ? നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞില്ല. നിസ്കരിക്കാത്ത ത്വരീഖത്തില്ല, നിസ്കരിക്കാത്ത ഒരു വഴിയുമില്ല, ശരീഅത്തില്ല. അതെന്തോന്നാടാ ത്വരീഖത്ത്? വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. എന്നെ വിളിച്ചാൽ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞില്ലേ? മഹാനായ ഗൗസുല്ലല്ലാഹുവിന്റെ ആ ഖുത്ബിയത്തിന്റെ ബൈത്തിൽ കാണാം. എന്താണ്? ألفا بخلوته أزما بهمته شرما لغفوته أجبته مسرعا من أجل دعوته فليدعو يا عبد القادر محي الدين يا محي الدين. ഗൗസുല്ലല്ലാഹുവിന്റെ ഖുത്ബിയത്ത് നടത്തില്ലേ? ഖുത്ബിയത്തിലൊക്കെ കഴിക്കണോ? മാഷാ അല്ലാഹ് എടോ. അപ്പൊ അതിൽ കാണാം, ഈ ബൈത്ത് കാണാം. ഖുത്ബിയത്തിന് മുമ്പായിട്ട് എന്താ പറയുന്നത്? ألفا بخلوته أزما بهمته شرما لغفوته أجبته مسرعا من أجل دعوته فليدعو يا عبد القادر جيلاني. 1000 തവണ യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഖൽവത്തുൽ ഹിമ്മത്തോടെ ആ പറയപ്പെട്ട വ്യവസ്ഥയോടെ ഗൗസുല്ലല്ലാഹുവിനെ വിളിച്ചാൽ ഗൗസുല്ലല്ലാഹു വിളിക്ക് ഉത്തരം തരും. വിളിച്ചാൽ ഉത്തരം തരും എന്ന് പറഞ്ഞാൽ ഗൗസുല്ലല്ലാഹുവേ വാ എന്ന് പറഞ്ഞാൽ കൊണ്ട് വരും എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് മഹാനായ ഗൗസുല്ലല്ലാഹുവിനെ തപസ്സിലാക്കിക്കോ. നിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് കാണാം, നിന്റെ രോഗം മാറുന്നത് കാണാം, നിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നത് കാണാം, മക്കളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടാകുന്നത് കാണാം, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്നത് കാണാം. എപ്പോ? ഗൗസുല്ലല്ലാഹുവിനെ വിളിക്കൂ. പക്ഷേ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. എങ്ങനെയാ വിളിക്കേണ്ടത്? എപ്പോഴാ വിളിക്കേണ്ടത്? ബഅദ സ്വലാത്തി സിനതൈ അശ്റത ബിൻ റക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖളിആ.
يا غوث العظم يا عبد القادر السوريا يا سيدي حضورنا يا معي الدين ചൊല്ലി يا معي. 12 റക്അത്ത് നിസ്കരിക്കി എന്നിട്ട് വിളിക്കും. നിസ്കരിച്ചിട്ട് ഹാജത്തിന്റെ ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം, അതും ഷാട്ടുപൂട്ട് നിസ്കാരത്തിനും പോരാ, അതൊക്കെ വ്യവസ്ഥയുണ്ട്. ആലിമീങ്ങളുണ്ട് ഇവിടെ, വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് ഇവിടെ. ചോദിച്ചു നോക്കൂ, അതിൽ പറയുന്നത് എങ്ങനെയാണ് എന്ന്. നിസ്കരിക്കണം, ഫാത്തിഹയും ഇഖ്ലാസും ഓതിയിട്ട് നിസ്കരിക്കണം. അങ്ങനെ 12 റക്അത്ത്. അപ്പൊ ആദ്യം നീ ശരീഅത്തിലേക്ക് വാ, എന്നിട്ടാണ് ത്വരീഖത്ത്. ആദ്യം നിസ്കാരം, പിന്നെ വിളിക്കല്ലേ. മഹാന്മാരെയൊക്കെ വിളിക്കുമോ ആദ്യം തന്നെ. അതും ചില ആളുകളുണ്ട് ഇങ്ങനെ വെറും ദിക്റും ചൊല്ലി സൂ സൂ സൂ, ഇംഗ്ലീഷ് മത്സ്യത്തിന്റെ ചുണ്ട് പോലെ ഇങ്ങനെ സൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. എന്താ വിഷയം? എന്താ ഇയാൾ ഇങ്ങനെ നിസ്കാരവും ഇല്ല, നോമ്പുമില്ല, ഒന്നുമില്ല? ഇതെന്താ കഥ? ത്വരീഖത്തിന്റെ ആളാണ്, അങ്ങെത്തിപ്പോയി ഇതാ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് നിസ്കാരമൊന്നും വേണ്ട, അത് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഏത് മണ്ണാങ്കട്ട ഷെയ്ഖാടാ നിസ്കരിക്കണ്ട എന്ന് പറയുന്ന ഷെയ്ഖ്? ഷെയ്ഖല്ല, അറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി ഫർഖു സ്വലാത്ത്. ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വേർതിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നിസ്കാരമാ. രണ്ടാളെ കൂട്ടത്തിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ഒരാൾ നിസ്കരിക്കുന്നില്ല. നിസ്കരിക്കുന്നവൻ മുസ്ലിമാണ്, നിസ്കരിക്കാത്തവൻ കാഫിറാ. നബി മുഹമ്മദ് മുസ്തഫ കണ്ടോ? താരിഖുസ്സലാത്തി മൽഊനും ഫിത്തൗറാത്ത്, താരിഖുസ്സലാത്തി മൽഊനും ഫിൽ ഇൻജീൽ, താരിഖുസ്സലാത്തി മൽഊനും ഫിസ്സബൂർ, താരിഖുസ്സലാത്തി മൽഊനും ഫിൽ ഫുർഖാൻ. നിസ്കരിക്കാത്തവർക്കെതിരിലായിട്ട് തൗറാത്തിൽ ശപിച്ചിട്ടുണ്ട്, ഇൻജീലിൽ ശപിച്ചിട്ടുണ്ട്, സബൂറിൽ ശപിച്ചിട്ടുണ്ട്, വിശുദ്ധമായ ഖുർആനിലും ശപിച്ചിട്ടുണ്ട്. നിസ്കരിക്കാത്തവൻ പിന്നെ ഓനെന്ത് ത്വരീഖത്ത്, ഓനെന്ത് ശൈഖ്. നാളെ മഹ്ശറയിലുള്ള ഒരു രംഗമുണ്ട്. മഹ്ശറയിൽ എല്ലാവരെയും വിചാരണക്ക് വിധേയമാക്കും എന്നാ പറയണേ. എല്ലാവരെയും വിചാരണക്ക് വിധേയരാക്കും, മനുഷ്യന്മാരെ മാത്രമല്ല മൃഗങ്ങളെയും. അങ്ങനെ ഓരോരോ മൃഗങ്ങളെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചോദിക്കും അത്രേ മൃഗങ്ങളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ ദുനിയാവിന്റെ കാര്യത്തിലേ? എല്ലാ മൃഗങ്ങളും. ആ കൂട്ടത്തിൽ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്. നായനെ കൊണ്ടുവരും. അപ്പൊ നായനോട് ചോദിക്കും, അല്ല നായ, നിങ്ങൾക്കെന്തോ പറയാണ്ടോ? ദുനിയാവ് നമ്മൾ പോലെ ജീവിച്ചു പോയ സാധനമാണല്ലോ ഈ നായ. നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തെ ജീവിത ക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെ വെച്ച് നായകൾ പറയും, റബ്ബേ അൽഹംദുലില്ലാ, ഈ ഭൗതിക ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിതം ജന്മം തന്നതിന്, ജീവിക്കാനുള്ള അവസരം തന്നതിന് അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു പരാതിയുണ്ട്. എന്താ? നീ ഞങ്ങളെ നായാക്കി മാറ്റിക്കളഞ്ഞല്ലോ. ആര് കണ്ടാലും ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് കല്ലെടുക്കും, കല്ലെടുത്തിട്ട് നിങ്ങൾ എറിയാൻ തോന്നും. അങ്ങനെ ആര് കാണുമ്പോൾ കല്ലെടുത്ത് എറിയപ്പെടുന്ന, ആട്ടി ഓടിക്കപ്പെടുന്ന, മാത്രമല്ല ഞങ്ങളെ പേര് പറഞ്ഞിട്ടാണ് പല ആളുകളും പലരെയും ചീത്ത പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഈ നായ പറയുമത്രേ, എങ്കിലും അൽഹംദുലില്ലാ, എന്നാലും അൽഹംദുലില്ലാ നീ ഞങ്ങളെ പന്നിയാക്കിയില്ലല്ലോ. എന്താ കാരണം? ഞങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ് പന്നികൾ, അതുകൊണ്ട് പന്നിയാക്കിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമാ. ഓഹോ, അപ്പൊ നായകളെ വിടുകയാണ്, എന്നിട്ട് പന്നികളെ വിളിക്കുക. പന്നി വന്നിട്ട് പന്നികളോട് ചോദിക്കല്ല പന്നി. അത് സാധാരണ ചില ആളുകള് പിന്നെ മക്കളെ വിളിക്കലുണ്ട് ആ പ്രയോഗം. പന്നി എന്ന് പറഞ്ഞ മനസ്സിലെ PIG, പിഗ്, അതിനെ അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാൻ പാടില്ല. ആ സ്വഭാവം പിന്നെ ആ കുട്ടികൾക്ക് ഭാവിയിൽ വന്നേക്ക്. അതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ എന്നല്ല, പ്രത്യേകിച്ച് മക്കളാ നായ പന്നി എന്നുള്ള പ്രയോഗങ്ങളൊന്നും വിളിക്കാൻ പാടില്ല. അപ്പൊ പന്നികളോട് ചോദിക്കും, അല്ലയോ പന്നികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഭൗതിക ലോകത്തെ ജീവിതക്രമത്തെ സംബന്ധിച്ച്? അപ്പൊ പന്നികളെ പറയുന്ന മറുപടി കേൾക്കണേ. അവര് പറയാ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് വലിയ പരാതിയുണ്ട്. എന്താ പരാതി? നായകളെക്കാൾ മോശപ്പെട്ടവരാക്കി നീ ഞങ്ങളെ മാറ്റി.
നായകളെക്കാൾ മോശപ്പെട്ടവരാക്കിയിട്ട് ഒരിക്കലും തല ഉയർത്തി നടക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, പന്നീനെ എവിടെങ്കിലും കണ്ടിട്ട് നോക്കിക്കോ, അവരിപ്പോ ഈ തലങ്ങനെ താത്തിയിട്ട് ഒന്നിനും കൊള്ളാത്ത നികൃഷ്ട ജീവികളാക്കിയിട്ടാണ് അവർ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അവര് പന്നികൾ നായേക്കാൾ മോശമാണ്. അതുകൊണ്ട് നായേക്കാളും മോശപ്പെട്ട ഒരു വിഭാഗമാക്കിയിട്ട് നീ ഞങ്ങളെ മാറ്റിയതിന് ഞങ്ങൾക്ക് പരാതിയുണ്ട് റബ്ബേ. എങ്കിലും അൽഹംദുലില്ലാഹ്, എന്നാലും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. എന്താ അറിയോ? മുസ്ലിമായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടും ബുദ്ധിയും വിവേകവും തിരിച്ചറിവുള്ളവനായി മാറിയിട്ടും താരിഖു സ്വലാത്തായിട്ട് നടക്കുന്നവരുണ്ടല്ലോ, 5 നേരം നമസ്കരിക്കാത്ത മുസ്ലിം ഉണ്ടല്ലോ, അവരെ പോലെ നീ ഞങ്ങളെ ആക്കിയില്ലല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ആരാ പറയണത്? പന്നി. ഈ ഭൗതിക ലോകത്തെ ഏറ്റവും നികൃഷ്ട ജീവിയായ പന്നികൾ അവര് പോലും നാളെ റബ്ബിന്റെ മുമ്പിൽ പറയുന്നത്, നിസ്കരിക്കാത്ത മുസ്ലിമിനെ പോലെ നീ ഞങ്ങളെ ആക്കിയില്ലല്ലോ അല്ലാഹ്. ആ ഒരു നായയുടെയും പന്നിയുടെയും വില പോലും സ്ഥാനം പോലും റബ്ബിന്റെ അടുക്കൽ നമസ്കരിക്കാത്തവർക്ക് ഇല്ല. അതുകൊണ്ട് ആരും കരുതിയേക്കണ്ട, ഏതെങ്കിലും എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ശൈഖ് അയാൾ നിസ്കരിക്കണ്ട, ദിക്ർ ചൊല്ലിയാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തന്നു എന്നതിന്റെ പേരില് ദിക്റും ചൊല്ലി നടന്നാൽ മതി എന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു ദിക്റും ഇല്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹബീബിനോടുള്ള മഹബ്ബത്ത. ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഗൗസുല്ലാഹിനോടുള്ള മഹബ്ബത്ത് വെക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിപ്പിച്ചത് നമസ്കരിക്കാനാണ്, നോമ്പെടുക്കാനാണ്, സുന്നത്ത് നിസ്കരിക്കാനാണ്, സുന്നത്ത് നോമ്പെടുക്കാനാണ്, തഹജ്ജുദ് നമസ്കരിക്കാനാണ്, ധാരാളം ഖുർആൻ ഓതാനാണ്. സഹോദരികളെ, അടക്കത്തോടെ, അച്ചടക്കത്തോടെ, ഒതുക്കത്തോടെ ജീവിക്കാനാ അല്ലാഹു നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ റസൂലിന്റെ ആ ഒരു ശഫാഅത്ത് നമുക്ക് കിട്ടണ്ടേ? ആഖിറത്തിലും ദുനിയാവിലും മാത്രമല്ല, ആഖിറത്തിലും ദുനിയാവിലും രണ്ടിടത്തും മുത്തുനബിയുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ അറിയുമോ, അവിടത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ മഹബ്ബത്ത് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. നാളെ മഹ്ശറയിൽ ഒരു രംഗമുണ്ടറിയുമോ? നരകത്തിലേക്ക് ചില ആളുകളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്തോ തെറ്റ് ചെയ്തതിന്റെ കാരണത്താൽ നരകത്തിലേക്ക് മലക്കുകൾ പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോ ആ സമയത്ത് അവിടെ വരുന്നു മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി തങ്ങളുടെ അടുത്ത് വന്ന് പറയത്രേ, യാ റസൂലല്ലാഹ്, തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട തങ്ങളെ മഹബ്ബത്ത് വെച്ച, സ്വലാത്ത് ചൊല്ലിയ, ആ മൗലിദ് ഓതിയ, നബിദിനം കഴിച്ച ഒരു മനുഷ്യനതാ നരകത്തിലേക്ക് ഇടാൻ പോവുകയാണ്, തങ്ങളൊന്നും ഇടപെടണം. ഉടനെ തന്നെ റസൂലുള്ളാഹി അവിടെ എത്തുന്നു, മലക്കുകളോട് പറയുന്നു, ഖിഫൂ യാ മലായികത്തു റബ്ബി, മലക്കുകളെ നിക്കവിടെ, അയാളെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ മലക്കുകൾ പറയും, അത് പറ്റൂല, ഇയാളെ നരകത്തിലിടാനാണ് ഓർഡർ, അതുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോവുക. അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കുന്നില്ല. റസൂലുള്ളാഹിയും മലക്കുകളും തമ്മിൽ തർക്കമാകുന്നു. ആ തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾക്ക് ഓർഡർ വരുന്നു. ആരോടാ മലക്കുകളെ നിങ്ങളെ തർക്കിക്കുന്നത്? ആരാണെന്നറിയുമോ? നിങ്ങളെപ്പോലും പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് തർക്കിക്കുകയോ? അതീഉ മുഹമ്മദ, ആ മുത്തുനബിയെ അനുസരിച്ചുകൊള്ളൂ, ഓർഡർ വരികയാ. അങ്ങനെ ആ മനുഷ്യനെ നരകത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വിടുകയാ. അയാളുടെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നരകത്തിന്റെ ഭീകരത താണ്ഡവമാടുന്ന രംഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കണ്ട ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ സന്തോഷത്തിന് അതിരുണ്ടോ? വാപ്പാക്ക് എന്നോടില്ലാത്ത ഒരു മഹബ്ബത്ത്, ഉമ്മാക്കില്ലാത്ത, ഭാര്യക്കില്ലാത്ത, മക്കൾക്കില്ലാത്ത അവരാരും ഇവിടെ എന്നെ കൈപിടിക്കാൻ വന്നിട്ടില്ല. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ദുനിയാവിൽ ഞാൻ പ്രകടിപ്പിച്ചപ്പോ ആഖിറത്തിൽ ഇതാ മുത്തുനബി എന്റെ കൈപിടിക്കാൻ വന്നിരിക്കുന്നു. അതല്ലേ നമ്മൾ പാടിപ്പറയുന്നത്, അന്തഉമ്മുൽ അംആബു മറൈനാ
ഫീഹിമാ മിസ്ല ഹുസ്നിക ഖദ്ദു യാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ, അങ്ങ് ഞങ്ങളുടെ അപ്പയാണോ, ഖൈറൻ നബി, അവരെക്കാൾ ഏറ്റവും വലിയ മഹബ്ബത്ത് എന്നോട് കാണിച്ച മുത്തുനബിയെ എന്ന് ആഖിറത്തിൽ വിളിച്ചു പറയുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ മൗലിദ് ഓതുന്നത്. അതിപ്പോ ഇവിടെ വഹാബികൾക്കുള്ള വിഷയം മരിച്ചുപോയ ആളെ വിളിക്കാൻ പാടില്ല എന്നല്ലേ, മരിച്ചുപോയ ആളെ വിളിക്കാൻ പറ്റൂലല്ലോ എന്നല്ലേ അവര് പറയുന്നത്. എന്നാ പിന്നെ ഇവർക്ക് നിസ്കരിക്കാൻ പറ്റൂ? മരണപ്പെട്ടു പോയവരെ വിളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ വഹാബികൾ എങ്ങനെയാ നിസ്കരിക്കുക? അവരുടെ നിസ്കാരം എങ്ങനെയാ സഹിയാവുക? നിസ്കരിക്കാൻ പറ്റുമോ അവർക്ക്? അത്തഹിയ്യാത്ത് ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമോ? ഇല്ലല്ലോ. എന്നാൽ അത്തഹിയ്യാത്തില് അയ്യുഹൻ നബിയു അയ്യുഹൻ നബിയു അസ്സലാമു അലൈക അയ്യുഹൻ നബിയു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ വിളിച്ചു പറയുകയാ, റസൂലുള്ളാഹിനെ വിളിക്കുകയാണ് തഹിയ്യാത്തില്. ഏത് റസൂലുള്ളാഹ്? വഫാത്തായിട്ട് മദീനയിലെ മദീന മുനവ്വറയിലെ റൗള ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹ്. ലോകത്തിന്റെ നാനാ ദിക്കുകളിലുമുള്ള കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ആ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സലാം പറയണം. മരിച്ചുപോയ റസൂലുള്ളാഹിനെ, വഫാത്തായി പോയ റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറയണം. എന്തെങ്കിലും അവന്റെ നിസ്കാരം സഹിയാവുള്ളൂ. ഇത് വേണ്ടാന്ന് ഒരൊറ്റ വഹാബിയും പറയാറില്ല. എല്ലാ വഹാബികളും അത്തഹിയ്യാത്ത് ഓതുന്നുണ്ട്. അത്തഹിയ്യാത്തിൽ ഇവരിങ്ങനെയാ പറയുന്നത്, റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറയുകയാ. വേറൊരാളെ വിളിച്ചിട്ട് സലാം പറഞ്ഞാൽ ശരിയാവോ? റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സലാം പറഞ്ഞതുപോലെ വേറൊരാളെ, ഒരു വഹാബി അയാളുടെ വാപ്പാന്റെ പേര് വിളിച്ചു, അബൂബക്കർ, അബൂബക്കറെ അസ്സലാമു അലൈക്കും നിസ്കരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? അത്തഹിയ്യാത്തിൽ ഒരു വഹാബി അബൂബക്കറെ അസ്സലാമു അലൈക്കും പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അവന്റെ നിസ്കാരം ബാത്തിലായി പോകും. അവന്റെ ഭാര്യനെ വിളിച്ചു റഹ്മത്തെ അസ്സലാമു അലൈക്കും നിസ്കാരത്തിന്റെ ഇടയില് അയാൾ അത്തഹിയ്യാത്തിലോ അല്ലാത്തപ്പോഴോ പറഞ്ഞാൽ അയാൾ നിസ്കാരം ബാത്തിലാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിനെ വിളിച്ചിട്ടില്ലെങ്കിൽ അയാൾ നിസ്കാരം ബാത്തിലാണ്. ഇവർക്ക് എന്താ നേരം വെളുക്കാത്തത്? സുന്നത്ത് ജമാഅത്ത് പഠിക്ക്, നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, റസൂലുള്ളാഹിനെ വഫാത്തായിട്ട് മദീന മുനവ്വറയിൽ റൗദയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാ. റസൂലുള്ളാഹി അല്ലാത്ത മറ്റൊരാളെ വിളിച്ചാലോ എന്നാലും നിസ്കാരം ബാത്തില. അപ്പൊ റസൂലുള്ളാഹിനെ വിളിച്ചേ പറ്റുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നുള്ള വിവരം അറിഞ്ഞപ്പോ മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഈ വിവരം മെസ്സേജ് കിട്ടിയപ്പോ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്തേ ചെയ്യുന്നറിയോ? ആ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് തുരുതുരാ ചുടുചുംബനങ്ങൾ നടന്നിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു പറയുകയാണ്. റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. വഫാത്തായ റസൂലുള്ളാഹിനെ സ്വഹീഹായ ഹദീസ, വഫാത്തായ റസൂലുള്ളാഹിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ? അപ്പൊ എന്തേ വഹാബികൾക്ക് നേരം എടുക്കാത്തത്? അവിടെ സ്വഹാബാക്കൾ അത് കാണുന്നില്ലേ? അവിടെ തൊട്ടടുത്തുള്ള ആയിഷ ബീവി അത് കേട്ടിട്ടില്ലേ? അപ്പോ അന്തവും ഇല്ല കുന്തവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചർച്ച ചെയ്യാത്തതല്ല. അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ നിർത്തുകയാണ്, നമ്മുടെ സമയം അതിക്രമിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി കരീം അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് മഹബത്തുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതിന്റെ പേരിൽ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അതിന്റെ പേരിൽ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. അതിന്റെ പേരിൽ നിങ്ങൾ അതേ ഖുർആൻ ഓതുന്നത് പതിവാക്കണം. ഇതൊന്നുമില്ലാത്ത മഹബത്തില്ല.
എല്ലാ ഫർദ് നമസ്കാരത്തിന്റെയും മുമ്പോ പിമ്പോ സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇതൊക്കെയാണ് മഹബത്തിന്റെ പ്രകടനം. അള്ളാഹു നമുക്ക് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഓ നബിയേ, ഓ നബിയേ, യാ അയ്യുഹൻ നബിയോ, ഓ നബിയേ, തങ്ങളെ നാം ഇവിടത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറാ. ഓരോന്നും എടുത്തിട്ട് വിശദീകരിക്കേണ്ടതാണ്. അതിൽ ഓരോ ലഫ്ളുകളും റസൂലുള്ളാഹിന്റെ മദ്ഹുകളാണ്. അല്ലാഹു അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു ശുദ്ധമാക്കി തരട്ടെ. അഹന്തയും അഹങ്കാരവും കിബറും പൊങ്ങച്ചവും ഇല്ലാത്ത സലീമായ ഖൽബിന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മുടെ ഹൃദയത്തിനെ മാറ്റി തരട്ടെ, നമ്മളെ മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തിട്ട് ഞാൻ നിർത്തുകയാണ്. ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകന്മാർ, അതേപോലെ നേതൃത്വം നൽകിയ ആദരണീയരായ ഉസ്താദുമാർ, കമ്മിറ്റി ജമാഅത്തിന്റെ നേതാക്കന്മാർ, എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുത്ത് ദുനിയാവിലും അവസാനം ആഖിബത്ത് നന്നാകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടുത്തെ ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ചിലവുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നേരത്തെ വന്യരായ ഉസ്താദ് നിങ്ങളോട് പറഞ്ഞത്, കുറഞ്ഞതൊരു 313 രൂപയെങ്കിലൊക്കെ കൊടുത്തിട്ട് ഈ തേന് വാങ്ങണമെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ നിർബന്ധമായിട്ട് വാങ്ങണം. അത് ആവശ്യമുള്ളവർ വാങ്ങാന്നുള്ളതല്ല. ഈ മഹത്തായ പരിപാടിയോട് സ്നേഹമുള്ള ആളുകൾ, റസൂലുള്ളാഹിനോട് മഹബത്തുള്ള ആളുകൾ, അതുപോലെ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്ന ആളുകൾ, അവർ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് നമ്മളത് ഓതി വന്നിരിക്കുന്നത്. മഹാന്മാരായ മശായിഖന്മാർ പഠിപ്പിച്ചു തന്നതാണ് അതിൽ ഓതി വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ നിന്ന് വെള്ളിയാഴ്ച രാവ് അത് വാങ്ങിക്കൊണ്ടു പോകുന്നവർക്ക് അല്ലാഹു വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. വലിയ ശിഫയുള്ള മരുന്നാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എന്ത് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. എന്തെങ്കിലും ആഗ്രഹങ്ങളുള്ളവരാണെങ്കിൽ അത് അല്ലാഹു അതിൻ്റെ കാരണത്തിൽ അത് പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദ്വാരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലാഹു നല്ല മെമ്മറി പവർ, ഓർമ്മശക്തി ഈ തേന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ആരും വൈമനസ്യം കാണിക്കരുത്, എല്ലാവരും അത് വാങ്ങണം. ഓരോ ഒരാൾ വന്നിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യും. മാഷാ അല്ലാഹ്. ഒരാൾ 313 രൂപ സ്ത്രീകളടുത്തേക്ക്. മാഷാ അല്ലാഹ്. നമ്മളെ CH CK മാഷാ അല്ലാഹ്. സ്ത്രീകളെല്ലാരും വാങ്ങണം കേട്ടോ, ആരും വാങ്ങാതിരിക്കട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. പിന്നെ അപ്പം 313 എന്ന് പറഞ്ഞത് കുറഞ്ഞത് 313ആണ്. ബദരീങ്ങളെയും കൂടി നമ്മൾ തവസ്സുലാക്കി ആക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ആ നമ്പർ പറയുന്നത്. നമ്മൾ തവസ്സുലിൻ്റെ ആളല്ലേ അല്ലേ? നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു സുന്നത്ത് ജമാഅത്ത് ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ബാക്കി ഷാഫി ഇതെന്ത് ഇവിടുന്ന് എന്താ പേര്? അടുത്ത ആള് വരും. 313 രൂപയോ അതിലധികമോ ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ ഇവിടെ കൊണ്ട് കൊടുത്തോളൂ.
കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത് വേണ്ടാന്ന് വെക്കരുത്. അത് ഒരു അദബുകേടാണ്, അതൊരു അഹങ്കാരം നമ്മുടെ മനസ്സിലാവും. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയില്ലേ, അങ്ങനെ ആരും കരുതിയേക്കരുത്. അല്ലാഹു തആല രോഗം തന്ന് നാം ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട്, മാനസികമായ രോഗങ്ങളെ കൊണ്ട്, ശാരീരികമായ രോഗങ്ങളെ തന്നുകൊണ്ട് അല്ലാഹു നാം ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ക്യാൻസർ ഇന്ന് പടർന്ന് പന്തലിക്കുകയാ. അല്ലാഹുവേ, ഒരു 3 സ്വലാത്ത് ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ചൊല്ലുന്ന ഒച്ചത്ത് സ്വലാത്ത് ചൊല്ല് മുത്തനബിയുടെ ഹദ്റത്തിലേക്ക്. സല്ലല്ലാഹു അല്ലാഹുവേ, ഞങ്ങളിപ്പോൾ ചൊല്ലിയ സ്വലാത്തുകൾ ഈ നിമിഷത്തിൽ തന്നെ റൗളാ ശരീഫിലെത്തിക്കണേ അല്ലാഹ്. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് അനുഗ്രഹീതമായ തേര് വാങ്ങിക്കൊണ്ടുപോകുന്നവർ ആരായാലും അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. രോഗശമനത്തിനുള്ള മരുന്നാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ ഇന്നുവരെ ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ക്യാൻസർ, ആ ക്യാൻസർ രോഗം ഇത് ഉപയോഗിക്കുന്നവർക്ക് നൽകല്ല അല്ലാഹ്. മാറാത്ത രോഗങ്ങൾ നൽകി കൊടുത്ത് പരീക്ഷിക്കല്ല റബ്ബേ. ഹാർട്ട് രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. ഇടയ്ക്കിടെ അടിക്കടിയായിട്ട് ഡയാലിസിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള കിഡ്നി രോഗം അവർക്ക് നൽകരുത് അല്ലാഹ്. അല്ലാഹുവേ, പഠിക്കുന്ന മക്കളാണിത് വാങ്ങുന്നതെങ്കിൽ അവർക്ക് നല്ല ഓർമ്മശക്തി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നായിട്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ടിട്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ റബ്ബൽ ആലമീൻ. എല്ലാവരും വരി. ഇപ്പൊ കാശുള്ളവർ കൊടുക്കാം 313 രൂപ. ഒരു ദിവസം ഒരു നേരം മത്സ്യം വാങ്ങുന്ന കാശില്ല. കാശിലുള്ളവർ ഇപ്പൊ കാശ് കൊടുക്കുക, ഇല്ലെങ്കിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹ് സല്ലല്ലാഹു അലൈഹി. പെട്ടെന്ന് വാ, നമുക്ക് വേഗം ദുആ എടുക്കണം. വെള്ളിയാഴ്ച രാവിലെ ദുആ ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് പിരിയണം. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദ്രീങ്ങളെ ബർക്കത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉണ്ടല്ലോ കുറേ ആള്. എത്ര ചെറിയ കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വലിയ മാരകമായ ഒരു രോഗം നമ്മൾക്ക് തടയാൻ പറ്റുമെങ്കിൽ, ഒരു ചെറിയൊരു തലവേദന വന്നാൽ മതി, ഡോക്ടറെ അടുത്ത് പോയാൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞേക്കാം, എക്സ്റേ എടുക്കാൻ പറഞ്ഞേക്കാം, CT സ്കാൻ ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പൊ ഇല്ലാത്തവന്റെ കയ്യിൽ കാശുണ്ടാകും. അത് ഉണ്ടാക്കുക അയാള്.
അങ്ങനെ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ദുആയിരിക്കുകയാണ് റബ്ബിനോട്. ദുആ നമുക്ക് എന്താ ചെയ്തുകൂടാത്തത്? എന്തും ദുആരിക്കാലോ. അല്ലാഹുവിന് ഇഷ്ടമാണ് ദുആ ചെയ്യുന്നത്. നീ എത്ര വലിയ കാര്യം പറഞ്ഞാലും അല്ലാഹുവിന് അത് ഇഷ്ടമാണ്. അല്ലാഹുവിനോട് ചോദിക്കുമ്പം വലിയ കാര്യം തന്നെ ചോദിക്കണം. അല്ലാഹുവിനോട് ചെറിയ ചെറിയ വിഷയങ്ങളൊന്നുമില്ല, ധാരാളം വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ധാരാളം ചോദിക്കണം. ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നവരോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാത്തവരോട് അല്ലാഹുവിന് ചോദിക്കാത്തവരോട് അല്ലാഹുവിന് ഇഷ്ടമില്ല. ചോദിച്ച് ചോദിച്ച് സുവർഗത്തിലും നാണിച്ചു നരകത്തിലും. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ മാഷാ അല്ലാഹ്. അപ്പൊ ഇപ്പൊ പോക്കറ്റിൽ കാശില്ലാത്തതുകൊണ്ട് ആരും സങ്കടപ്പെടണ്ട. ഈ ഒരു ബർക്കത്ത് നിങ്ങൾ നിഷേധിക്കണ്ട. തീർച്ചയായും എല്ലാവർക്കും ഇതിന്റെ ഫലം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കുറെ പുരോഗമിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 വർഷം മുമ്പ് മുതലായിട്ട് അങ്ങോട്ട് ഞാനൊരു 6 പ്രാവശ്യം ഇവിടെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് 7ാമത്തെ പ്രാവശ്യം അല്ലേ ഷാഫി? 7ാമത്തെ തവണയാണ്. അപ്പോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തബറുക്കിന് വേണ്ടി മജ്ലിസിൽ നിന്ന് കൊടുക്കുമ്പോൾ ആവേശത്തോടെ എല്ലാവരും ഓടി വാശിയോടെ വന്നിട്ട് ഇവിടുന്ന് വാങ്ങുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ പോയിട്ട് കാണുന്നു. കൊറോണ വന്നതാണ് അതിന്റെ കാരണം എന്നാ തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക കേട്ടോ. ഒരു ദിവസത്തെ ഒരു ടാബ്ലറ്റ് വാങ്ങേണ്ട കാശ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലും നമുക്ക് ചെലവാക്കാൻ മടിയാണ് എങ്കിൽ അതേ സമയത്ത് വൽ ബഖീലു അദുവുല്ലാഹ്, ബഖീലന്മാർ ലുബ്ധന്മാർ അല്ലാഹുവിന്റെ അദുവാണ്, ശത്രുക്കളാണ്. അല്ലാഹുവിന്റെ ശത്രുത പിടിച്ചു വാങ്ങണ്ട. ധാരാളം ഇവിടെ സഹായിച്ചവരൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ. എങ്കിലും ഒരു മജ്ലിസിന് ഒരു ബഹുമാനമുണ്ട്, ഒരു മജ്ലിസിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്വതക്കയ കൊടുക്കും പോലെയല്ല മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളതിനൊക്കെ ചിലവാക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള മജ്ലിസിനോടുള്ള ബഹുമാനവും മഹാന്മാരോടുള്ള ആദരവും മുത്തുനബിയോടുള്ള മഹബത്തും റസൂലുള്ളാഹിനോടുള്ള മഹബത്തൊക്കെ കൽബിലുള്ള ആളുകളോട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും എന്ന് പറയാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കരുത്. പെട്ടെന്ന് വന്നിട്ട് അതങ്ങോട്ട് വാങ്ങണ്ടേ. കേട്ടില്ലേ? മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പൊ പറ്റില്ലേ? നിങ്ങൾ കാശ് കയ്യിലില്ലാത്ത ഒരു റീസൺ ഇവിടെ പറയണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളെ മറ്റന്നാളോ സൗകര്യപ്പെടുമ്പോൾ കൊടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് എന്തിനാ പിന്നേറെ കാര്യം ഗ്രഹിക്കുവാനായി അല്പവാചകം പോരെ. ഒരു മഹാനായ ഒരു വലിയന്റെ വാചകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരൊറ്റ ആള് അടുത്ത വർഷത്തേക്കുള്ള അടുത്ത വർഷത്തെ റാത്തീബിനുള്ള മാംസം അല്ലേ, ഒരാളൊരു ഉദ്ഘാടനം പറഞ്ഞോ 50 കിലോ 50 കിലോ മാംസം കൊടുക്കാൻ കഴിയുന്നാണല്ലോ. 313 തരാത്തവനാന്ന് 50 കിലോ. ഒരു കൊല്ലത്തെ സമയമുണ്ട്. ഉസ്താദിന് നിങ്ങളുടെ നാടിയും ഇടുപ്പുകൾ നല്ല അറിയാം. ഉസ്താദിനെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 5-6 കൊല്ലം. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരുപാട് കാലം നിങ്ങൾക്ക് നല്ല നിലയിൽ പ്രിയങ്കരനായി ദീനി ഖിദ്മയുടെ മേഖലയിൽ നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അടുത്ത വർഷത്തെ ഉറൂസിലേക്ക് മാംസം കൊടുക്കാൻ കഴിയുന്ന ആള് ഒരു ഉദ്ഘാടനം ആരുണ്ട്? ഒരാള് ഉദ്ഘാടനം മതി. കംപ്ലീറ്റ് ഇവിടെ ഇപ്പം പറയുന്നത് വേണ്ട. എന്നിട്ട് ബാക്കി നമുക്ക് ദുആ ചെയ്യാം.
ഉദ്ഘാടനമായിട്ട് ഒരു 10 കിലോനോ 25 കിലോനോ 50 കിലോനോ മാഷാ അല്ലാഹ് 10 കിലോ CK മുഹമ്മദ് മാഷാ അല്ലാഹ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, കുടുംബത്തിൽ വലിയ ഐശ്വര്യം നൽകട്ടെ, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഔസുൽ ആദമിന്റെ ഹിഫ്ള് കൊണ്ട് കറാമത്ത് കൊണ്ട് അല്ലാഹുവേ അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരുപാട് ഖൈറും ബർക്കത്തും വലിയും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നിർത്തട്ടെ, വേറെ ആരും കൊണ്ടോ? ഒരു 10 കിലോ പറയാൻ പറ്റും. മറ്റൊരാളും കൂടി ഉണ്ടാവും. അടുത്ത കൊല്ലത്തേക്കാണ്, ഇന്ന് നാളത്തേക്കല്ല, അടുത്ത വർഷം. അപ്പൊ ഒരു വർഷം വരെ എന്തായാലും അല്ലാഹു തആല ആയുസ് നീട്ടിത്തരും, അതിൽ സംശയപ്പെടണ്ട. കാരണം ഇത് നമ്മൾ അള്ളാഹിനോട് പറയാനുള്ള, ഞാൻ ഇത് കൊടുക്കാം, എനിക്ക് തൗഫീക്ക് തരണേ. അടുത്ത കൊല്ലം മാംസം കൊടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് തരണം. അതിനുവേണ്ടി ദ്വാരക്കുക നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. MS മുഹമ്മദ് ചെയർമാനും കൂടിയാണ് നമ്മുടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ഹലാലായ ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ മഹാനായ ഗൗസുൽ ആദമിന്റെ പേരിലുള്ള ഉറൂസിലേക്ക് മാംസം നൽകുന്നവർ അല്ലാഹുവേ അവരുടെ മാംസം, അവരുടെ ശരീരത്തിലുള്ള മാംസത്തിന് നരകം ഹറാമാക്കണേ അല്ലാഹ്. ഔലിയാക്കന്മാരോടുള്ള മഹബത്തുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഔലിയാക്കന്മാരുടെ ശഫാഅത്ത് കൊണ്ടിട്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഭാഗ്യവാന്മാരെയും പെടുത്തണേ റബ്ബേ. ആമീൻ, ആമീൻ, ആമീൻ. മൂന്നാമത്തെ ഒരാളും കൂടി, 2 ആള് പറഞ്ഞു. ഹമീദ് 15 കിലോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പം 20ഉം 15 35ആയി. എന്ത് ഹമീദ് പറഞ്ഞു? കാനക്കോട് അബ്ദുൽ ഹമീദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം ദീനീ മേഖലയിലെ സേവനം സന്നദ്ധനായി നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമാക്കി മാറ്റണേ അല്ലാഹ്. ഔലിയാഇന്റെ മദദ് കൊടുക്കണേ അല്ലാഹ്. ആമീൻ, ആമീൻ. ഉസ്താദ് പറഞ്ഞതിലേക്ക് എത്താൻ ഇനി ഒരു 15ഉം കൂടി പോകണം. ഇനി ഒരാളും കൂടെ ഉണ്ടോ? ഒരൊറ്റാളും കൂടെ. 10ന്റെ ആളായാലും കുഴപ്പമില്ല. ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഒരാളും കൂടി ഉണ്ട്, പുറകിലുണ്ടല്ലോ. ഒറ്റാൾ ഒരു 10 കിലോ മാംസം അടുത്ത വർഷം. സഹോദരിമാർക്കും പറയാവുന്നതാണ്. അവിടെ അബൂബക്കർ അൽഹംദുലില്ലാഹ് കുന്നിൽ. എത്രയാ? 10. മാഷാ അല്ലാഹ്. വേറൊരാളും കൂടി ഇപ്പുറത്ത് പറഞ്ഞല്ലോ. വെറുതെ എങ്ങനെ പൊന്തിച്ചു പോയതാന്ന് തോന്നുന്നു കൈ അല്ലേ? മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു അവർ 2 പേർക്ക് ഖൈർ നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ, രോഗങ്ങൾക്ക് ശമനം നൽകട്ടെ. അല്ലാഹുവേ സിഹർ പോലെയുള്ള, കണ്ണേറ് പോലെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങളെ പോലെയുള്ള വിഷയങ്ങളിൽ നിന്ന് അവരെയും കുടുംബത്തിനെയും കാക്കണേ റബ്ബേ. ഷുഗർ വല്ലാത്തൊരു പ്രശ്നമാണിന്ന്. പ്രഷർ അതിലേറെ വലിയ പ്രശ്നമാണ്. അല്ലാഹുവേ അത്തരത്തിലുള്ള രോഗം വല്ലതും അവർക്കുണ്ടെങ്കിൽ ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ഔലിയാഇന്റെ ബർക്കത്ത് കൊണ്ട്, അവരോട് ചെയ്ത് പ്രഖ്യാപിച്ച ഓഫർ ചെയ്തിരിക്കുന്ന ധർമ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണേ അല്ലാഹ്. ഉണ്ടെങ്കിൽ അത് നോർമലാക്കണേ അല്ലാഹ്. ഇല്ലാത്ത പക്ഷം അതിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. ആമീൻ, ആമീൻ. ഇതൊരു സങ്കടമായി കേട്ടോ, ഈ തേൻ ഇവിടെ എങ്ങനെ വെക്കുന്നത്. എല്ലാവരും ഒന്ന് സഹകരിച്ചിട്ട് അത് വായിച്ചുകൊണ്ടുപോയാൽ സംഘാടകന്മാർക്ക് ഒരു സന്തോഷമാവും, നിങ്ങൾക്ക് അതിലേറെ സന്തോഷമാവും. അതുകൊണ്ട് ഇന്നും വേഗത്തിൽ വന്നോളൂ. അസ്സലാമു അലൈക്കും.
പട്ള ഉലമ ജമാഅത്തിൻ്റെ കീഴിൽ നടത്തിയിരുന്ന റാത്തീബ് നേർച്ചയോട് അനുവദിച്ച് നടത്തിയിരുന്ന മതപ്രഭാഷണം ഇന്ന് അവസാനിക്കുകയാണ്. റാത്തീബ് നേർച്ചയുടെ മതപ്രഭാഷണം വിപുലമായി കൊണ്ടാടുന്നത് 11ാമത്തെ വർഷമാണ്. 11 വർഷത്തിൽ 7 പ്രാവശ്യവും ബഹുമാനപ്പെട്ട സയ്യിദ് സൗദി തങ്ങൾ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇവിടെ സംബന്ധിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ റാത്തീബിൻ്റെ ഈ കമ്മിറ്റിയിൽ 11 പ്രാവശ്യത്തെ 10 പ്രാവശ്യവും ഞാനായിരുന്നു കൺവീനർ. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കൂടാതെ നന്ദി പറയുകയാണ്. കാരണം തങ്ങളെ ദുആ കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സൗദി തങ്ങൾക്കും അതുപോലെ ജമാഅത്ത് ഖത്തീബ് ഉസ്താദ്, മുദരിസ് ഉസ്താദ്, ആഫദ് ഉസ്താദ്, വേദിയിലുള്ള ഉസ്താദ് യൂസഫ് ഉസ്താദ്, മഹർ ഉസ്താദ്, റാത്തീബ് കമ്മിറ്റി ചെയർമാൻ MS മുഹമ്മദ്, ബീരാൻ ആജി സാഹിബ്, കുഞ്ഞുമാൻകുട്ടി, മറ്റ് സദസ്സിലുള്ള ജമാഅത്ത് കമ്മിറ്റി മെമ്പർമാരെ, അതുപോലെ മദ്രസ കമ്മിറ്റി മെമ്പർമാർ, മറ്റ് നാട്ടുകാരെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. ദുആ ചെയ്യാൻ വേണ്ടി തങ്ങളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അടുത്ത വർഷത്തേക്കുള്ള മാംസത്തിലേക്ക് ഒരു 10 കിലോ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. തങ്ങളവர்கள் പിന്നീട് ദുആയിൽ ഏർപ്പെടുത്തും. അൽഹംദുലില്ലാ, മുസ്തഫക്ക് അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അതിന് പുറമെ വിദേശത്തുള്ള ഒരു സഹോദരൻ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് 50 കിലോ മാംസം ഒരു വ്യക്തി അടുത്ത വർഷത്തേക്ക് ഏറ്റിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ, ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ വലിയ ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين، حمد الحامدين حمد الشاكرين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم. وصل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وإطرته أجمعين يا رب العالمين. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച രാവിലുള്ള ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഈ മഹനീയമായ മജ്ലിസിൽ നിന്ന് നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹായിബാക്കി മടക്കല്ല അല്ലാഹ്. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, പാപങ്ങൾ ചെയ്തു പോയ പാപികളാ. അതിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഈ സാധുക്കൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്.
പൊറുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഇനിയും നിനക്ക് ഇഖ്ലാസോടെ ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരണം വരെ നിന്ന് നമസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ വളരെ പരിമിതമാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതും തന്നെ ഒരുപാട് അപാകതകളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ചെയ്ത ഇബാദത്തുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ, ഏതെങ്കിലും നിലയിൽ മറ്റൊരാളെ കാണണമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ലോകമാന്യം ഉദ്ദേശിച്ചു കൊണ്ടോ നിലക്കുള്ള വല്ല ഇബാദത്തുകളുമായി പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ സാധുക്കളായ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ഞങ്ങളോട് പറയാതെ തന്നെ മജ്ലിസിൽ ഇരിക്കുന്ന സാധുക്കളായ ആളുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ആ രോഗശമനങ്ങൾക്ക് ഈ നിമിഷത്തിൽ തന്നെ തുടക്കം കുറിക്കണേ അല്ലാ. അടുത്ത ദിവസങ്ങളോളമായിട്ട് ഇവിടെ ഈ മഹത്തായ പരിപാടി ഗൗസുല്ലാദമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഗൗസുല്ലാദമിന്റെ മദദ് കിട്ടാനാണ്, ഗൗസുല്ലാദമിന്റെ ശഫാഅത്ത് പ്രതീക്ഷിച്ചു കൊണ്ടാണ്. അത് ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടാനാണ്. നീ ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാ. മഹാന്മാരുടെ പൊരുത്തം തരണേ അല്ലാ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഇരുലോകത്തും നൽകണേ അല്ലാ. അതിന്റെ കാരണത്താൽ ഞങ്ങൾ അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ പെടുത്തല്ല അല്ലാ. അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ പൊന്നു മക്കളെയും നീ കാത്തോളണേ അല്ലാ. നീ തന്നിരിക്കുന്ന അനുഗ്രഹീതമായ അവയവങ്ങൾ വെട്ടിക്കീറി മുറിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് വിനയമുള്ള കൽബിന്റെ ഉടമകളാക്കി മാറ്റണേ അല്ലാ. അഹന്തയുള്ള അഹങ്കാരമുള്ള കിബറുള്ള പൊങ്ങച്ചമുള്ളവരാക്കി ഞങ്ങളെ മാറ്റരുത് റഹ്മാനെ. അഹങ്കരിക്കാനും കിബർ നടിക്കാനും ഒന്നും ഞങ്ങളുടെ കൈകളിൽ ഒന്നും തന്നെയില്ല. എല്ലാം ഉള്ളതെല്ലാം നീ തന്നതാണ്. ഉള്ള നിഅമത്ത് നിലനിർത്തി തരണേ അല്ലാ. ആഫാത്ത് മുസീബത്തുകൾ ഞങ്ങളിലേക്ക് തരല്ല അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു വസിയത്ത് പോലും പറയാൻ കഴിയുന്നതിന്റെ മുമ്പ് ബന്ധുമിത്രാദികളെ കാണാൻ പോലും കഴിയാത്ത നിലക്കുള്ള മരണം ഞങ്ങൾക്ക് നൽകരുത് അല്ലാ. അല്ലാഹുവേ, രാജ്യത്തിന്റെ ഏത് കോണിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരായാലും അവരവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്താത്ത നിലയിലുള്ള മരണം നൽകല്ല അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഒരുപാട് വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുള്ള മജ്ലിസാക്കി മാറ്റണേ അല്ലാ. കിഡ്നി രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ. ഹാർട്ട് രോഗികളാക്കി പെട്ടെന്നൊരു അറ്റാക്കിലൂടെയുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗം നൽകല്ല അല്ലാ. മാനസിക രോഗികളാക്കി മാറ്റല്ല അല്ലാ. ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ നൽകല്ല അല്ലാ. പെട്ടെന്നൊരു നാള് ശരീരം തളർന്ന് കുഴഞ്ഞ് കിടപ്പിലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ ആരെയും എത്തിച്ചേക്കല്ല അല്ലാ. നീ തന്നിരിക്കുന്ന അനുഗ്രഹീതമായ അവയവങ്ങളും അനുഗ്രഹീതമായ സൗഭാഗ്യങ്ങളുമൊക്കെ ഞങ്ങളുടെ മരണം വരെ നിലനിർത്തി തരണേ അല്ലാ.
വിവാഹപ്രായമെത്തി നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടവർക്ക് അനുയോജ്യരായ ഇണകളെ നീ വേഗത്തിലെത്തിച്ചു കൊടുക്കണേ അല്ലാ. വളരെ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ വിവാഹങ്ങൾ നടത്താനുള്ള വഴിയും കഴിവും അവർക്ക് നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വളരെ വളരെ കാലങ്ങളായിട്ട് മക്കളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം നൽകണേ റഹ്മാനെ. ഗൾഫിലുള്ള ജോലി ചെയ്യുന്നവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അവിടുത്തെ നിയമത്തിന്റെ നൂലാമാലകളിൽ പെട്ടുകൊണ്ട് വിഷമിക്കുന്നവർക്ക് നീ കാവലേകണേ അല്ലാ. അല്ലാഹുവേ, അകാരണമായി നിരപരാധികളായ പലരും പല ഭാഗങ്ങളിൽ രാജ്യത്തിന്റെയും വിദേശത്തിന്റെയും ഒക്കെ പല ജയിലുകളിൽ കഴിയുന്ന കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. റഹ്മാനെ, നീ സലാമത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിരപരാധികളായ പലരും പല കള്ളക്കേസുകളിൽ കുടുങ്ങിയിട്ട് കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, കുടുക്കിൽപ്പെട്ടു പോയ ആളുകളുടെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാനാഭിമാനത്തിന്റെ ക്ഷതം വരുന്ന വിധത്തിലുള്ള ഒരു കേസിലും ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകുറ്റങ്ങൾ വന്നു പോകാതെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, കാലഘട്ടം വളരെ മലിനമലീമസമാണ്. ആഖിറുസ്സമാനിന്റെ ചണ്ടി ചവറുകളാകി പോകുന്ന വിധത്തിലേക്ക് ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാ. അല്ലാഹുവേ, ഇത്രയും സമയം ദിക്ർ ചൊല്ലിയവരും സ്വലാത്ത് ചൊല്ലിയവരുമായ ആ സ്വലാത്തിന്റെ ദിക്റിന്റെ നാവ് കൊണ്ടിട്ട് ലഹരി ഉപയോഗിക്കുന്നവരാക്കല്ല അല്ലാ. ലഹരിയുടെ വ്യാപനം വളരെ വളരെ ബീഭത്സമാണ്. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും അത് വല്ലാതെ പടർന്ന് പന്തലിക്കുകയാണ്. മനുഷ്യന്റെ സംസ്കാരവും ഈമാനും നശിപ്പിച്ച് കളയുന്ന ലഹരി അത് ഞങ്ങളുടെ നാട്ടിലേക്ക് അടുപ്പിക്കരുത് അല്ലാ. എല്ലാ യുവാക്കളും യുവതികളും ബോധവാന്മാരാകുന്ന വിധത്തിൽ അവർ സംസ്കരിച്ച് മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മറക്കപ്പുറത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സാധുക്കളാണ്, പാവങ്ങളാണ്. അവരറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. ആരോടും പറയാതെ അവരുടെ വേദനകൾ വിഷമങ്ങളൊക്കെ അവർ അടക്കി ഒതുക്കി കഴിയുകയാണ്, സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. സാധുക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പലരുടെയും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബ കലഹങ്ങളുണ്ട്, അയൽവാസികൾ തമ്മിൽ ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, സഹോദരങ്ങൾ സഹോദരിമാർ ഭാര്യയും ഭർത്താവും ബന്ധുക്കളൊക്കെ അകന്നു നിൽക്കുന്ന ആളുകളുണ്ട്. റബ്ബേ, അവരുടെ ഖൽബുകളിൽ നീ ഇൽഫത്ത് നൽകണേ അല്ലാ, സുഹബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ നാട്ടിൽ നീ ഐക്യം നിലനിർത്തണം റഹ്മാനെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നീ ഒന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ആലിമീങ്ങളൊക്കെ നീ ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ സയ്യിദന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. രോഗബാധിതരായി കഴിയുന്നവർക്ക് വളരെ പെട്ടെന്ന് ശമനം നൽകണേ അല്ലാ. അഹ്ലുസുന്നയുടെ ആശയത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ ആലിമീങ്ങളെയും മുഴുവൻ സയ്യിദന്മാരെയും മുഴുവൻ പ്രവർത്തകന്മാരെയും നീ ഐക്യത്തിലാക്കണേ അല്ലാ, യോജിപ്പിലാക്കണേ അല്ലാ, സൗഹാർദ്ദത്തിലാക്കണേ അല്ലാ. ഈ സമുദായത്തിന്റെ ഭദ്രത വളരെ കെട്ടുറപ്പുള്ള സമുദായമാക്കി നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന്റെ പിന്നിൽ പ്രചോദനം നൽകിയ, അവർക്ക് ഉപദേശം നൽകിയിരിക്കുന്ന ആലിമീങ്ങൾ, അതുപോലെ നേതാക്കന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഇതൊക്കെ അവരുടെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, 10 രൂപ കൊടുത്ത് സഹായിച്ചവരോ അതല്ലെങ്കിൽ ഒരു മൗനം കൊണ്ടെങ്കിലും ഇതുമായി സഹകരിച്ചവരോ ആയ ആളുകൾ ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഒരാളെയും നീ ഹൈബാക്കല്ല അല്ലാ, ഒരാളെയും നീ ഹൈബാക്കല്ല അല്ലാ. ഗൗസുൽ ആദമിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാ, ഗൗസുൽ ആദമിന്റെ മദദ് നൽകണേ അല്ലാ, ഗൗസുൽ ആദമിന്റെ കറാമത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ.
ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ വേറെ ഞങ്ങൾ മഹബ്ബത്ത് വെക്കുന്നുണ്ട് റബ്ബേ. ഒരുപാട് സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലുന്നുണ്ട് അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളുടെ ദുആ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഒരിക്കലെങ്കിലും മുത്തുനബിയെ സ്വപ്നത്തിൽ കാണിച്ചു താ അല്ലാ. അവിടുത്തോടുള്ള മഹബ്ബത്തിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾക്ക് ദുആയിരക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. അല്ലാഹുവേ അല്ലാഹുവേ മുത്തുനബിയെ ഞങ്ങൾക്ക് കാണിച്ചു താ അല്ലാ. ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ കാണിച്ചു താ റബ്ബേ. ഒരിക്കലെങ്കിലും സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യമേകണേ റബ്ബേ. ഒരുപാട് നാളുകളായി ഞങ്ങൾ ഈ സ്വലാത്തുകൾ ചൊല്ലണേ. ആ സ്വലാത്തുകളൊക്കെ ഒന്നിച്ചൊരുമിച്ചിട്ട് അവിടെ ചെന്ന് നേരിട്ട് സമർപ്പിച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. വിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്നുകൊണ്ടിട്ട് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ രണ്ട് മഹാഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നൽകാതെ നീ ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. എപ്പോഴാണ് മരണം ഞങ്ങളിലേക്ക് വരുന്നതെന്നറിയില്ല. അതിന്റെ മുമ്പേ ഞങ്ങളുടെ ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയം റബ്ബേ അത് വല്ലാത്തതാണ്, അത് ഓർക്കാൻ പറ്റാത്തതാണ്. ഖബർ കാണുമ്പോ തന്നെ പേടിയാണ്. 6 അടി മണ്ണിൽ കൂരിരുട്ടിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന രംഗം ഓർക്കുമ്പോ വിശാലമായ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഞങ്ങൾക്ക് പേടിയാണ് അല്ലാഹ്. ഇരുട്ടിന് ഭയമാണ് റബ്ബേ, ഇരുട്ടറയെ പേടിയാണ് റബ്ബേ. പക്ഷേ ഞങ്ങളുടെ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾക്ക് മഹാന്മാരോടുള്ള മഹബ്ബത്ത് കൊണ്ട് അതൊക്കെ ഞങ്ങളുടെ ഖബറിൽ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോ ഞങ്ങളുടെ ശരീരങ്ങള് മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് പിടിച്ചിട്ട് ഖബറിലേക്ക് വെക്കുന്ന പ്രതീതി ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ഹബീബിന്റെ സഹായം ഞങ്ങൾക്ക് ഖബറിൽ നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ സഹായം നൽകണേ അല്ലാഹ്. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. കണ്ണെത്താത്ത ദൂരത്തോളം പരമ്പരാപരത്ത് കിടക്കുന്ന ഒരു വിശാലമായ ലോകമാക്കി ഞങ്ങളെ ഖബറിനെ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്. ഞങ്ങളുടെ ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് പഠനം പഠിപ്പിച്ചു തന്ന, ഇൽമു പഠിപ്പിച്ചു തന്ന അലിമീങ്ങള്, അവർക്ക് ആഖിറം വിജയമാക്കി മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നാളെ മഹ്ശറ ലോകത്തെ ഞങ്ങളുടെ അവസ്ഥ എന്തെന്നറിയില്ല അല്ലാഹുവേ. അവിടുത്തെ സിറാത്ത് എന്ന പാലം അതിവേഗം മിന്നൽ പിളർ പോലെ കടന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ തീക്കുണ്ടാരത്തിന്റെ വിറക് കൊള്ളികളാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങള്, ഈ പ്രാർത്ഥനകൾ ഇതെല്ലാം വെറും ഒരു വൃഥാവേലയാക്കി മാറ്റല്ല റബ്ബേ, പാഴ്വേലയാക്കി മാറ്റല്ല അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇതിന്റെ ഫലം നൽകണേ അല്ലാഹ്. പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ, അവർക്ക് നീ നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഹാഫിളീങ്ങള് പഠിച്ചതൊക്കെ അവരുടെ മനസ്സിൽ നിലനിർത്തണേ റബ്ബേ. മറന്നുപോകാത്ത സാഹചര്യത്തിൽ അവരെ നിലനിർത്തണേ അല്ലാഹ്. പണിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ജോലിയില്ലവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. യുവാക്കളെയും യുവതികളെയും സകലമാന അരാജകത്വങ്ങളിൽ നിന്ന് നീ കാത്തോളണേ അല്ലാഹ്. اللهم ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. الله
ഞങ്ങളോട് സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രത്യേകിച്ച് ഈ മഹല്ല് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പല കാര്യങ്ങളുടെയും നന്മകളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച ജമാഅത്തിന്റെ പ്രസിഡന്റ്, അതേപോലെ മുഴുവൻ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ ആഖിറം നന്നാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്കല്ല ആഖിറത്തിൽ വലിയ പ്രതിഫലമാക്കി മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ നിന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത് മന്ത്രിച്ചു കൊടുത്ത തേന് വാങ്ങിയവർ, അവര് നിസ്സാരമായ ഒരു ചെറിയ കുപ്പി തേനാണ് വാങ്ങിയതെങ്കിലും അത് വലിയ ഫലപ്രദമായ ഔഷധ വീര്യമുള്ള മരുന്നാക്കി മാറ്റണേ അല്ലാ. അത് കഴിക്കുന്നവർ, അത് രുചിക്കുന്നവർ, അവർക്കൊരിക്കലും മാരക രോഗം നൽകല്ല റബ്ബേ, മാരക രോഗം നൽകല്ല അല്ലാ. വല്ല മാരക രോഗത്തിന്റെ രോഗാണുക്കളെങ്ങാനും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ നിർവീര്യമാക്കണേ അല്ലാ. യാ റബ്ബൽ ആലമീൻ, യാ അർഹമർ റാഹിമീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തങ്ങളെ കൈപിടിച്ച് സഭാഗത്താക്കിയിട്ട് പോകണം, ദുആ ചെയ്യാലോ. എല്ലാവരും മുഹമ്മദ് അല്ലേ പേര്, എല്ലാവരും തങ്ങളെ മുസാഫത്താക്കി 5 ഹാഫിളുകൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് സാഹിബ് ഓരോരോ ബോട്ടിൽ തേന്. എന്തിനാണ്? നിങ്ങളെ ഹിഫ്ള് അത് മറന്നുപോകാതെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം, അതാണ് ഉദ്ദേശം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും 5 ആളുകളുടെ പേര്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ആരും ചിന്തിക്കാത്തൊരു കാര്യമാണത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്. മിടുക്കന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ ഹിഫ്ള് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ദൗറെല്ലാം കഴിഞ്ഞതാ? മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്. അപ്പോ മുഹമ്മദ് സാഹിബിന്റെ മകളെ ഹാഫിളത്താണ് അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോൾക്ക് വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ 6600 ചില്ലുവാനും ആയത്തുകളുടെ വലിയ അത്ഭുതകരമായ കറാമത്തുകളെ കൊണ്ട് ആ കുടുംബത്തിനും അല്ലാഹു വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. തങ്ങളെ മുഷാവത്ത് എല്ലാവരും മുഷാവത്ത് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ചെറുപ്പക്കാരും പോകണ്ട, മദ്രസയിലെ ചെയർ അവിടെ കൊണ്ടുവെക്കണം എല്ലാവരും. പ്രിയമുള്ളവരെ, എല്ലാവരും ആരും മടിക്കേണ്ട. കയ്യിലൊന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും മഹാനറുകളെ തങ്ങളുടെ കയ്യിലെ ബർക്കത്തൊന്ന് വാങ്ങിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകണം. മുസാഫഹത്ത് ചെയ്യാതെ ആരും പോകരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, 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 സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ